ഓ, ഇതിലെന്താണ് ഡിസ്പ്ലേ ക്യാപ്ചർ. ഓ, ഇന്നലെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഗൂഗിൾ മീറ്റ് എടുത്ത് നോക്കാം. ആൻസേഴ്സ് വിൻഡോ ക്യാപ്ചർ, ക്രോം മീറ്റ്. ഹലോ 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 ഹലോ. അവിടെ എത്തി നമ്മൾ. GPP JPY കുഴപ്പമില്ല. 3 സപ്പോർട്ട് ഉണ്ട്, ക്ലിയർ ആയിട്ട് 3 സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് റെസിസ്റ്റൻസ് താഴെ വന്നിട്ട് രണ്ടാമത്തെ റെസിസ്റ്റൻസ് വീണ്ടും താഴെ വന്നിട്ട് മൂന്നാമത്തെ റെസിസ്റ്റൻസ് കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്. ഓക്കെ. ഓക്കെ. പിന്നെ കൃഷ്ണ, ഈ രേഷ്മ ഹരീഷ്, ഈ ഫ്ലാഗ് കുഴപ്പമില്ല. 3-3 ഉണ്ടോന്നൊന്ന് ഉറപ്പ് വരുത്താം. കൃഷ്ണ ആൻഡ് മുകുന്ദ, ഇതാരാണത്? കൃഷ്ണ ആൻഡ് മുകുന്ദ നല്ലൊരു ഒബ്സർവേഷൻ ആയിട്ടുണ്ട് അല്ലെ? ഇവിടെ കണ്ടോ, 1 2 3 4 4 ഉണ്ട് അല്ലെ? വിഷ്ണു ആണോ? ക്ലിയർ പറയുന്നത്? വിഷ്ണു. ഹലോ, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് സംസാരിക്കോ? ഇങ്ങോട്ട് വോയിസ് കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. അതെ, നേരത്തെ വിഷ്ണു കേൾക്കുന്നില്ല. അതെ, വേറെ ആരെങ്കിലും ഒന്ന് സംസാരിക്കാവോ? സാറേ, ഇത് ലിബിന, കേക്കാവോ? ഓ, ഇടയ്ക്ക് വോയിസ് കേൾക്കുന്നില്ല. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. എന്തായിരിക്കും? ഓക്കെ, സെറ്റിംഗ്സ്, സ്പീക്കർ ടെസ്റ്റ്. ഹലോ ഹലോ. കേൾക്കുന്നുണ്ട് സാർ, കേൾക്കുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ. ഓ, ഇത്ര നേരം നിങ്ങൾ പറയുന്നതൊന്നും അതെ, സാറിന് കേൾക്കുന്നില്ലായിരുന്നു, സംസാരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ നിങ്ങൾ ഇടയ്ക്ക് തംസപ്പ് അടിക്കുന്നോണ്ട് ഞാൻ വിചാരിക്കുന്നുള്ളത്. ഓക്കെ, അപ്പോൾ റെക്കോർഡിങ് ആവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. നമുക്കൊന്നും കൂടി സ്റ്റോപ്പ് ചെയ്ത് റെക്കോർഡ് ചെയ്യാം അല്ലേ? ഓക്കെ, ഇപ്പോൾ ഇവിടെ തുടങ്ങി റെക്കോർഡിങ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പൊ നമ്മൾ ലാസ്റ്റ് കണ്ട ആ ഒരു വിഷ്ണു അല്ലേ? വിഷ്ണു വരച്ചിട്ടേക്കുന്ന സിമെട്രിക്കൽ ട്രയാങ്കിൾ കൊള്ളാം, അടിപൊളി അല്ലേ? അപ്പോൾ 3 ഫോളോയിങ് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഇത് റെസിസ്റ്റൻസ്, പിന്നെ സപ്പോർട്ട്, പിന്നെ അടുത്ത റെസിസ്റ്റൻസ് ആയാലും താഴെയാണ്, പിന്നെ സപ്പോർട്ട് ആയാലും മേലെയാണ്, പിന്നെ അടുത്ത റെസിസ്റ്റൻസ് ആയാലും താഴെയാണ്, അടുത്ത സപ്പോർട്ട് ഇതിലും തൊട്ട് മേലെ അല്ലേ? അപ്പം 3-3 ഓക്കെയാണ്. ഇത് നല്ല ലക്ഷണമൊത്തൊരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ആയിട്ട് പറയാം. അടുത്തത്, ഇത് ഫ്ലാഗ് കുഴപ്പമില്ല അല്ലെ? എല്ലാവർക്കും ഫീൽ ചെയ്യുന്നില്ലേ ഇത്? 1 2 3 4 5 6 കറക്റ്റ് ഫ്ലാഗ് അല്ലേ? അതുപോലെ തന്നെ നല്ല പോക്കും പോയിട്ടുണ്ട് അല്ലേ? ഹെഡ് ആൻഡ് ഷോൾഡർ അധികം ചെരുവില്ല, ഷോൾഡർ ഹെഡ് ഷോൾഡർ പെർഫെക്റ്റ് അല്ലെ? മാർക്കറ്റ് മുകളിൽ നിന്ന് നന്നായിട്ട് പോന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിഷ്ണു അല്ലേ? ഇത് വിഷ്ണു അല്ലേ? ഇത് വിഷ്ണു ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫ്ലാഗിന്റെ, ഈ ഫ്ലാഗ് ഓക്കെയാണ്. ഈ ഫ്ലാഗ് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ടത് അല്ലേ? ഡബിൾ ബോട്ടം ഇത്ര വലുതാവാൻ പാടില്ല. അതായത് മാർക്കറ്റ് കമ്പാരിറ്റീവ്ലി ഒരുപാട് ഹൈറ്റിൽ നിന്ന് പോകുന്നുണ്ടാവണം. അപ്പോൾ നമ്മളെങ്ങനെ അത് ഇവാലുവേറ്റ് ചെയ്യുന്ന ചോദിച്ചാൽ, ഞാനിവിടെ ഒരു ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിലിട്ടിട്ട് കാണിച്ചു തരാം. ലേഔട്ട് ഓക്കെ. ഇവിടെ ഡബിൾ ബോട്ടത്തിന് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ, മാർക്കറ്റ് ഒരു റെഡ് കളർ എടുക്കാം. മാർക്കറ്റ് ആക്ച്വലി ഇവിടെ തുടങ്ങിയാണ് ഇങ്ങോട്ട് വന്നത് അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ ഡബിൾ ബോട്ടം നമുക്ക് കംപ്ലീറ്റ് ആവണത് ഈ നെക്ക് ലൈൻ
ഈ നെക്ക് ലൈൻ ക്രോസ് ചെയ്ത് ക്ലോസ് ചെയ്യുമ്പോഴാണ് ഇതിലാണ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഇത്രയും മാർക്കറ്റ് താഴത്തേക്ക് വന്നാൽ പോരാ. രണ്ട് നൽകി നമുക്ക് പറയാം, ഇത്രയും വലിപ്പമുള്ള ഡബിൾ ടോപ്പിന് ഇത്രയും മാർക്കറ്റ് താഴത്തേക്ക് വന്നാൽ പോരാ. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഇത്രയും മാർക്കറ്റ് താഴത്തേക്ക് വന്നാൽ ഇത്രയും വലിയ ഡബിൾ ബോട്ടം ആയിരിക്കരുത്. അതെന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോക്കുക, നമുക്ക് ഇവിടെ നിന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെ വെക്കണം അല്ലെ. അപ്പൊ നമ്മുടെ ടാർജറ്റ് എവിടെ കൊണ്ടുവയ്ക്കും? ഇതിന്റെ ഒരരട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ, രണ്ടരട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലെ. ഇത്രയും ദൂരെ വെക്കണം. അപ്പൊ അത് നമ്മളുടെ ഈ ടാർജറ്റ് അതിന് താഴെയാണ്, ഈ റെസിസ്റ്റൻസ് അതിന് താഴെയാണ് നിൽക്കുന്നത്. അപ്പൊ പലപ്പോഴും ഇത്രയും വലിയൊരു ടാർജറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാറില്ല. അപ്പൊ നമ്മൾ നേരെ മറിച്ച് ഈ ഡബിൾ ബോട്ടം ഇത്രയും മാർക്കറ്റ് സഞ്ചരിച്ചു എന്ന് വിചാരിച്ചു താഴത്തേക്ക്, പക്ഷേ ഈ ഡബിൾ ബോട്ടം കമ്പാരിറ്റീവ്ലി വളരെ ചെറുതാണെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്കത് ഇവിടെ പിക്ചർ എടുത്ത് വരയ്ക്കാം. മാർക്കറ്റ് ശക്തമായിട്ട് താഴ്ത്തിക്ക് വന്നു, ഒരു ചെറിയ കറക്ഷൻ ഉണ്ടായി, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരുപാട് താഴ്ത്തിക്ക് വന്നു, ഇത്രയും താഴ്ത്തിക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് ഡബിൾ ബോട്ടം ഞാൻ ചെറുതായിട്ട് വരയ്ക്കാം. ഒരു പ്രാവശ്യം ഹിറ്റ് ചെയ്തു, പിന്നെ വീണ്ടും വന്നിട്ട് ഈ നെക്ക് ലൈൻ കട്ട് ചെയ്തു അല്ലേ. അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഇവിടെ പ്രോപ്പറായിട്ട് കറക്റ്റ് ചെയ്തിട്ടില്ല, ഒരു പകുതി പോലും മുകളിലേക്ക് കറക്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഇതൊരു സിംഗിൾ ഇമ്പൾസീവ് മൂവ് ആയിട്ട് നമുക്ക് കാണാം. അപ്പൊ നമ്മൾ ഈ ഇമ്പൾസീവ് മൂവ് ഇവിടെ നിന്ന് തുടങ്ങി അളക്കണ്ട, ഇവിടെ നിന്ന് തുടങ്ങിയേ അളക്കാം അല്ലെ. മാർക്കറ്റ് ഇത്രയും മുകളിൽ നിന്നിട്ടാണ് വീണേന്ന് പറയാം. അപ്പോ ഇതിനു മുമ്പിൽ മാർക്കറ്റ് ഇങ്ങനെയാണ് വന്നതെന്ന് വിചാരിച്ചു. ഓക്കെ, ഇവിടെ നിന്നാണ് വന്നത്. അപ്പോൾ ഇനി നമ്മുടെ ഇവിടെ നിന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ടാർജറ്റ് ഏകദേശം ഈ റെസിസ്റ്റൻസിന് താഴെ വെക്കാം അല്ലെ. ഏകദേശം ഈ ഒരു സോൺ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ടാർജറ്റ് ആയിട്ട് വെക്കാന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ എത്ര ഇരട്ടി ഉണ്ട്? ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും ഡബിൾ ബോട്ടത്തിന് താഴെ വേണം വെക്കാൻ, ഒരു ബഫർ ഇട്ടിട്ട് വെച്ചാൽ നല്ലത്. ഓക്കെ, അപ്പൊ നമുക്ക് 1-ന് 3 ഇരട്ടി ഉണ്ട് അല്ലെ. ഇപ്പൊ ഇത്ര വലിയ മൂവിന് ഇത്ര ചെറിയ ഡബിൾ ബോട്ടേ പാടുള്ളൂ. ട്രിപ്പിൾ ബോട്ടം ആയാലും ശരി, ട്രിപ്പിൾ ബോട്ടം എങ്ങനെ വരയ്ക്കും? അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് വീണ്ടും ഇവിടെയാണ് കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ 1-ന് ഒരു 3 കിട്ടാവുന്ന തരത്തിൽ, മിനിമം 2 വേണം. അപ്പൊ നമ്മൾ ടാർജറ്റ് എടുക്കുന്നത് 2 എടുത്താൽ മതി. പക്ഷെ നമ്മൾ മാർക്കറ്റ് എത്ര അകലെന്ന് വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 1-ന് 3 കിട്ടാവുന്ന അത്ര അകലെന്ന് വന്നാൽ നല്ലത്. നമ്മൾ ഇത്ര എടുത്താൽ മതി ടാർജറ്റ്. അപ്പൊ അവിടേക്ക് അങ്ങനെ മുകളിലേക്ക് പോകണമെന്നൊന്നുമില്ല അല്ലെ. അപ്പൊ സാധാരണ നിലയ്ക്ക് എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ഈ ഫോള് ഇവിടം തുടങ്ങി ഇവിടം വരെയുള്ളതിന്റെ ഫിബൊനാച്ചി 61-ൽ എത്തുമ്പോഴേക്കും നമുക്ക് പകുതി 1-ന് 2 കിട്ടിയിട്ടുണ്ടാവണം അത്രയും. അപ്പോ ഇത് 2 കാര്യങ്ങളാണ് ഇത് സംഘടിപ്പിക്കുന്നത്. മാർക്കറ്റിൽ വലിയ ഫോള് ഉണ്ടാവുക, അതിനുശേഷം ട്രിപ്പിൾ ബോട്ടം വരിക. ആ ഫോളിനെ കമ്പയർ ചെയ്യുമ്പോൾ ട്രിപ്പിൾ ബോട്ടം ചെറുതായി നിൽക്കുക. ട്രിപ്പിൾ ബോട്ടം ചെറുതായാലും മതി, മാർക്കറ്റ് ഫോൾ വളരെ വലുതായാലും മതി. അത് രണ്ടും നല്ല ഡബിൾ ബോട്ടമാണ് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോട്ടമാണ്. ഇത് ആ വന്ന വരവിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വലുതാണ്. ഇപ്പൊ അടുത്തൊരു പിക്ചർ ഞാൻ ഇത് നോട്ട് ചെയ്തിരുന്നു. അപ്പൊ അതിൽ കണ്ടപ്പോ തന്നെ നല്ല ലക്ഷണമൊത്ത. ഓക്കെ, ഇപ്പൊ ഇതും ഓക്കെയാണ്. കയറി വരുന്ന 1, 2, 3, 4 സപ്പോർട്ടുകൾ വരയ്ക്കാം അല്ലെ. ലൈനിൽ 3 ടച്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെ ലൈനിൽ ടച്ച് ചെയ്തില്ലെങ്കിലും ഇതൊരു നല്ല വാലിഡ് സപ്പോർട്ടാണ്. പിന്നെ ഭൂമിക്ക് സമാന്തരമായിട്ട് 1, 2 അല്ലെ. ഇത് കൂട്ടണമെന്നില്ല, ഇത് കൂട്ടാം. അപ്പൊ അങ്ങനെ നമുക്ക് കാണാം. ഒരു സപ്പോർട്ട്, അതിലും മേലൊരു സപ്പോർട്ട്, അതിലും മേലൊരു സപ്പോർട്ട്, ഈ സപ്പോർട്ടും കൂട്ടാം. 4 സപ്പോർട്ട് തന്നെയുണ്ട്, കാരണം നേർരേഖയിൽ വേണമെന്നില്ലല്ലോ. റെസിസ്റ്റൻസ് നേർരേഖയിൽ വേണം, അപ്പൊ ഇത് കൂട്ടാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഉണ്ട് 3 1, 2 ഇവിടെ ഉണ്ടല്ലോ 3. അതുപോലെ തന്നെ നല്ല മറബസു കഷണ്ടി ക്യാൻഡിലും കിട്ടിയിട്ടുണ്ട് അല്ലെ. ഇതിന്റെ ബാക്കിയോടെ ഉണ്ടാവും. യെസ്, നന്നായിട്ട് പോയിട്ടുണ്ട് അല്ലെ, നന്നായിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നെങ്കിൽ, എവിടെ എടുത്തിരുന്നെങ്കിൽ 1-ന് 2 കിട്ടാവുന്ന തരത്തിൽ മുകളിലേക്ക് പോയിട്ടുണ്ട് ഈ വിക്കെങ്കിലും അല്ലെ. ഓക്കെ, അപ്പൊ ഒരു ചാർട്ട് പാറ്റേൺ നമ്മൾ നോക്കുമ്പോൾ അത് ഇവിടെ നിന്ന് നല്ലൊരു ഫ്ലോ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ബെറ്റർ ചാർട്ട് പാറ്റേൺ ആണ്. 3, 3 അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഒരേ ലെവലിൽ ഫ്ലാറ്റ് റെസിസ്റ്റൻസ് ആയിരിക്കണം. ഓക്കെ, ഇത് കുഴപ്പമില്ല. 3 സപ്പോർട്ട് ഉണ്ട്, 3 റെസിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, അടിപൊളി. കുഴപ്പമില്ല. ഇത് ഏകദേശം കൃത്യമായിട്ട് ടച്ച് ചെയ്യണമെങ്കിൽ ഓൾമോസ്റ്റ് ഒരു സോണിലൊക്കെ തന്നെയാണ്. 3 സപ്പോർട്ട് ഉണ്ട്, അടിപൊളി. ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് സ്ലൈറ്റ്ലി ഇൻക്ലൈൻഡ് ആണ്, അതാണ് നമ്മൾ പറഞ്ഞത്. കണ്ട ചെറിയ ചെരിവുണ്ട് ഇതിന്, പക്ഷെ അത്ര ചെരിവ് പാടുള്ളൂ. അതിലും കൂടുതൽ ചെരിവില്ലാതിരിക്കുന്നത് നല്ലത്. ക്ലിയർ ആയിട്ട് അത് കപ്പ് ആൻഡ് ഹാൻഡിലാണ് ഞാൻ ഉദ്ദേശിച്ചത്.
കപ്പ് ഹെഡ് ആൻഡ് ആൻഡ് ഷോൾഡർ ഹാൻഡിലായിട്ട് കാണാം, കുഴപ്പമൊന്നുമില്ല. കപ്പ് ആൻഡ് ഹാൻഡിലും ഹെഡ് ആൻഡ് ഷോൾഡറും വളരെ റിലേറ്റഡ് ആയിട്ടുള്ള പാറ്റേൺസ് ആണ്. ഓക്കെ. ഓക്കെ, അപ്പൊ കപ്പ് ആൻഡ് ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു കപ്പും പിന്നെ ഒരു കപ്പുമായിട്ട് വരാം. ഇപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് വരുന്നത് ഇവിടുന്ന് വന്ന കപ്പ് ആൻഡ് ഹാൻഡിലായി, സോറി ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ ആയി. ഇവിടുന്ന് വന്ന കപ്പ് ആൻഡ് ഹാൻഡിലായി. ഇപ്പോൾ ഈ മാർക്കറ്റിന്റെ ഡയറക്ഷൻ മാത്രമേ ചെറിയ മാറ്റം ഉണ്ടാക്കുന്നുള്ളൂ. അപ്പൊ കപ്പ് ആൻഡ് ഹാൻഡിൽ 2 ഫോമിൽ 3 ഫോമിൽ വരാം. കപ്പുമായിട്ട് വരാം, കപ്പും ചെറിയ കപ്പും. ഹാൻഡിലുമായിട്ട് വരാം, കപ്പും ഫ്ലാഗുമായിട്ട് വരാം, ഫ്രൈങ് പാൻ അങ്ങനെ കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ അടിപൊളി. നിങ്ങൾ എന്തായാലും എല്ലാവരും സ്ക്രീൻഷോട്ടുകൾ സെൻഡ് ചെയ്തതിന് താങ്ക്സ്. ഈ ഫ്ലാഗ് അടിപൊളിയായിട്ടുണ്ട്, അടിപൊളി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു വിഷ്ണു അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ലേ? മുമ്പ് ട്രേഡിങ് എങ്ങനെയാണ് ഓൾറെഡി ഇല്ല, ഞാൻ സ്വിംഗ് ട്രേഡിംഗിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിന്റെ. അപ്പം ആ സമയത്ത് സുനിൽ സാറിന്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് സാറിനൊരു 100 എക്സാമ്പിള് വരയ്ക്കണമെന്നൊക്കെ പറഞ്ഞൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഞാനന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആണല്ലേ? ഓക്കെ. അപ്പൊ അത് എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആണ് അല്ലേ? ഏകദേശം ഒരു 100 എക്സാമ്പിൾസ് വരച്ചു വരുമ്പോഴേക്കും നമ്മളതിൽ എക്സ്പേർട്ട് ആയി ഉണ്ടാവും അല്ലേ? നല്ല ലക്ഷണമൊത്ത പാറ്റേൺസ് കാണാൻ പറ്റും, വരയ്ക്കാൻ പറ്റും. അത് വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കത് കണ്ടാലും കണ്ടുപിടിക്കാനും പറ്റും. ഇപ്പോൾ ലൈവ് മാർക്കറ്റിൽ വന്നിട്ടുള്ള പാറ്റേൺസ് കണ്ടുപിടിക്കാനും പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് കടക്കാം. അപ്പൊ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ കാണാൻ പോകുന്നത് മാർക്കറ്റ് സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു അല്ലേ? ബുള്ളിഷ് സ്ട്രക്ചർ, ബാരിഷ് സ്ട്രക്ചർ. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഈ റെക്കോർഡിങ്ങിൽ നമുക്ക് അവിടെ നിന്ന് തുടങ്ങി തന്നെ റെക്കോർഡ് ചെയ്യാം. അല്ലെങ്കിൽ വരി വലിച്ച് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ടൈം കൂടുതൽ എടുക്കും വീഡിയോസിന്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് മാർക്കറ്റ് സ്ട്രക്ചറിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് മാർക്കറ്റ് സ്ട്രക്ചർ നമ്മൾ കണ്ടിരുന്നു, ഇതുപോലെ ഹയർ ലോ ആയിട്ട് പോവുകയാണെങ്കിൽ ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ, ലോവർ ഹൈ ആയിട്ട് പോവുകയാണെങ്കിൽ ബാരിഷ് മാർക്കറ്റ് സ്ട്രക്ചർ എന്നൊക്കെ കണ്ടിരുന്നു അല്ലേ? ഇതിപ്പോ ലോവർ ഹൈ അല്ലേ ആയിട്ട് പോവുകയാണെങ്കിൽ ബാരിഷ് മാർക്കറ്റ് സ്ട്രക്ചർ. അപ്പോൾ ബേസിക്കലി മാർക്കറ്റിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഫ്രാക്ച്വൽ നേച്ചർ ഓഫ് മാർക്കറ്റ് എന്ന് പറയും. അതായത് ഇപ്പോൾ 1 വീക്കിൽ കാണുന്ന പല ഫിനോമിനൻസും 4 hours നോക്കിയാലും കാണും, അതുപോലെ തന്നെ 15 minutes നോക്കിയാലും കാണും. മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ 1 വീക്കിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലും ഒരു റിവേഴ്സൽ ഉണ്ട്, ഒരു അപ് ട്രെൻഡ് ഉണ്ട്, ഒരു ഡൗൺ ട്രെൻഡ് ഉണ്ട് അല്ലേ? അപ്പം അതേ കാര്യം തന്നെയാണ് നമ്മൾ 4 hours നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിലും ഇപ്പോൾ ഈ 1 വീക്കിൽ നമ്മൾ ലാസ്റ്റ് ഈ ഒരു സ്വിങ് നമ്മളൊന്ന് മാർക്ക് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു ഇമ്പൾസീവ് മൂവ് ആയിട്ടാണ് നമ്മൾ കാണാൻ പറ്റുന്നത് അല്ലേ? ഒരു ഇമ്പൾസീവ് മൂവ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ശക്തമായിട്ടുള്ളൊരു സ്ട്രൈറ്റ് ആയിട്ട് പോകുന്ന ഒരു മൂവ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരു ലോവർ ടൈം ഫ്രെയിമിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഉണ്ട്. അപ്പം നമുക്ക് ഇതിനെ ഒരു ബിഗ്ഗർ സ്ട്രക്ചർ എന്ന് വിളിക്കാം. നമുക്കത് ഒന്ന് മാർക്ക് ചെയ്യാം. 1 വീക്കിൻ്റെ സ്ട്രക്ചർ ഒരു പാത്ത് ടൂൾ എടുത്തിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോകുന്നു. ഇതിനാണ് ഒരു മാക്രോ സ്ട്രക്ചർ എന്ന് പറയുന്നത്. മാക്രോ അല്ലെങ്കിൽ മേജർ സ്ട്രക്ചർ എന്ന് വിളിക്കാം. ഇനി ഇതിനുള്ളിലുള്ള ഓരോ ലെഗ്സിൻ്റെ ഉള്ളിലും മൈക്രോ സ്ട്രക്ചേഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ അത് അറിയണമെങ്കിൽ ഇപ്പോൾ 1 വീക്കിൽ നിന്ന് സാധാരണ നിലയ്ക്ക് നമ്മൾ 4 hours സ്വിച്ച് ചെയ്യാം. 1 ഡേയിലേക്ക് വേണമെങ്കിൽ സ്വിച്ച് ചെയ്യാം 4 hours. ഈ ഒരു ലെഗ് കണ്ടോ? ഈ ലെഗിൻ്റെ ഉള്ളിൽ 4 hours നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു മൈക്രോ സ്ട്രക്ചർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു മൈനർ സ്ട്രക്ചർ ഉണ്ട്. അതെങ്ങനെയാണ്? അത് നമുക്കൊരു വ്യത്യസ്തമായ കളറിൽ വരയ്ക്കാം. ഒരു ബ്ലൂ കളറിൽ വരയ്ക്കാം. അപ്പോൾ പാത്ത് ടൂൾ എടുത്തിട്ട് ഇങ്ങനെ അല്ലേ, ബ്ലൂ, ഹയർ ഹൈ, ഹയർ ലോ, ജനറൽ സ്ട്രക്ചർ. ഇടയ്ക്കൊക്കെ ഇട്ട് മാറ്റങ്ങൾ വരുന്നേക്കാം അല്ലേ? ഇങ്ങനെ ഹയർ ലോ ആയിട്ട്. അപ്പോൾ ഇതിനെ നമുക്കൊരു മൈക്രോ സ്ട്രക്ചർ ആയിട്ട് കാണാം അല്ലേ? അപ്പം ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് അതിൻ്റെ ഉള്ളിൽ ഡൗൺ ട്രെൻഡുകളുണ്ട്, അപ്പ് ട്രെൻഡുകളുണ്ട് അല്ലേ? ഈ ഒരു പോർഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ
ഈ ഒരു പോർഷൻ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കായിരുന്നു അല്ലേ, ഇവിടെ വരെ സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കായിരുന്നു. എനിവേ, ഇനി ഇവിടെ നമ്മൾ വരച്ച് ലാസ്റ്റ് പോർഷൻ നമുക്കൊന്ന് വരയ്ക്കാം. അതായത് ആ ബ്ലൂ കളർ എടുത്തിട്ട് ഹയർ ഹൈ ഹയർ ലോ, ഇവിടെ സ്ട്രക്ചർ മാറാണ്, ലോവർ ലോ ആയി അല്ലേ. ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് ലെഗ് മാത്രം നമുക്ക് ഫോക്കസ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ലെഗ് നമ്മൾ ഫോക്കസ് ചെയ്യണം. അത് ബുള്ളിഷ് ലെഗാണ്. അപ്പം അതിൻ്റെ ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോയാൽ, അതായത് 15 മിനിറ്റിലേക്ക് പോയാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു കൊച്ചു സ്ട്രക്ചർ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാത്ത് എടുത്തിട്ട് മറ്റൊരു കളറിൽ, ഒരു വയലറ്റ് കളറിൽ വരയ്ക്കാം. അപ്പം ഞാനത് വയലറ്റ് കളറൊന്ന് റെഡിയാക്കട്ടെ. ഓക്കെ, ആ ടൂളൊന്ന് റെഡിയാക്കി അതിനുശേഷം ഹയർ ഹൈ ഹയർ ലോ, ഹയർ ഹൈ ഹയർ ലോ, ഹയർ ഹൈ ഹയർ ലോ, ഹയർ ഹൈ ഹയർ ലോ. ഇവിടെ സ്ട്രക്ചർ ഷിഫ്റ്റായി, ബയറിഷായി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സൈഡ് വേസ് ആയി അല്ലേ. ഇതിനെ നമുക്കൊരു നാനോ സ്ട്രക്ചർ എന്ന് പറയാം. അപ്പോൾ ഒരു മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് പല പല ടൈം ഫ്രെയിമുകളിൽ ഈ പറഞ്ഞ ബുള്ളിഷ് സ്ട്രക്ചറും ബയറിഷ് സ്ട്രക്ചറും സ്ട്രക്ചർ ഷിഫ്റ്റും എല്ലാം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് അതിനൊരു മാക്രോ സ്ട്രക്ചർ, മൈനർ സ്ട്രക്ചർ, നാനോ സ്ട്രക്ചർ എന്നൊക്കെ കാണാം. അപ്പോൾ ഇതിനെയാണ് ഫ്രാക്ച്വൽ നേച്ചർ ഓഫ് ദ മാർക്കറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒരു മരത്തിന്റെ കൊമ്പ് പോലെ ഒരു സ്ഥലത്ത് നിന്ന് മരം ഡിവൈഡ് ചെയ്യുന്നു, അതിൽ നിന്ന് വീണ്ടും ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അതിൽ നിന്ന് വീണ്ടും ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നതുപോലെയാണ് ടൈം ഫ്രെയിംസുകൾ. ഇനി നമ്മൾ കാണാൻ പോകുന്ന പുതിയൊരു ആശയം എന്ന് പറയുന്നത്, ഇനി നമ്മൾ ആക്ച്വലി ഈ ഫോറക്സ് ട്രേഡിങ്ങിന്റെ ഒരു കോറിലേക്ക്, ഹാർട്ടിലേക്ക് കടക്കാണ്. അപ്പം നമ്മൾ ഇത്ര നേരം കണ്ടത് പ്രൈസ് ആക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ചാർട്ട് പാറ്റേൺസ്, കാൻഡിൽസ്റ്റിക് പാറ്റേൺസ്, മാർക്കറ്റ് സ്ട്രക്ചർ. ഇനി അതിന്റെ കുറച്ചുകൂടി ഒരു പ്രോഫിറ്റബിലിറ്റി ഓറിയന്റഡ് ആയിട്ട്, ട്രേഡിംഗ് ഓറിയന്റഡ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ട്രേഡ് എടുക്കണം എന്നുള്ള കാര്യങ്ങളിലേക്ക് കിടക്കണം. അതിനുവേണ്ടി സ്മാർട്ട് മണി കോൺസെപ്റ്റ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ബേസിക്കലി സ്മാർട്ട് മണി കോൺസെപ്റ്റ് എന്താണ് കേട്ടിട്ടുണ്ടോ എല്ലാവരും? കേട്ടിട്ടുണ്ട്. എന്താണ് എന്നുള്ളൊരു ബ്രീഫ് ഐഡിയ ഉണ്ടോ? നമ്മുടെ ഈ ഓർഡർ ഫ്ലോ അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതിനകത്ത് പ്രധാനമുള്ളതെന്ന് കേട്ടിട്ടുണ്ട്. അതായത് നമ്മള് വലിയ എന്താണ് ഉദ്ദേശിക്കണേന്ന് അറിയോ ഈ സ്മാർട്ട് മണി കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്? SMC അല്ലെ, ICT, SMC എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കണേന്ന് ആർക്കെങ്കിലും ധാരണയുണ്ടോ? കറക്റ്റ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ മൂവ്മെന്റിന്റെ ഒപ്പം നമ്മൾ മൂവ് ചെയ്യുക എന്നൊരു ട്രൈ ചെയ്യുക. ഓക്കെ. അപ്പോൾ അവരുടെ മൂവ്മെന്റിന്റെ ഒപ്പം നമ്മൾ മൂവ് ചെയ്യുക എന്നുള്ള ഐഡിയ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ കുറിച്ച് കുറച്ചുകൂടി ഒരു നല്ല ക്ലാരിറ്റി ഉണ്ടാക്കാം. അപ്പോൾ ബേസിക്കലി സ്മാർട്ട് മണി എന്ന് പറയുന്നത് മാർക്കറ്റ് മൂവ് ചെയ്യുന്ന വലിയ ഫണ്ടുകളെയാണ്. അപ്പോൾ ഫോറക്സ് മാർക്കറ്റിൽ ഒരു ഹൈറാർക്കി ഉണ്ട്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ സെൻട്രാ ബാങ്ക്സുകൾ, അതിന് താഴെ ഇൻട്രാ ബാങ്ക്സുകൾ, അതിന് താഴെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിന് താഴെ ബ്രോക്കേഴ്സ്, അതിന് താഴെ റീറ്റെയിലേഴ്സ്. അങ്ങനെ ഒരു ഹൈറാർക്കിയിലാണ് ഈ കറൻസികൾ സപ്ലൈ ചെയ്ത് വരുന്നത്. അപ്പോൾ അതിൽ ബിഗ് പ്ലെയേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തിമിംഗലങ്ങൾ, സ്രാവുകൾ എന്ന് പറയുന്നത് ഈ സെൻട്രൽ ബാങ്ക്സും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെയാണ്. അപ്പോൾ ഈ സെൻട്രൽ ബാങ്ക്സും ഇൻസ്റ്റിറ്റ്യൂഷൻസും ജനറലി അവർ വലിയ പൈസക്ക് ട്രേഡ് ചെയ്യുമ്പോൾ അവർക്ക് മാർക്കറ്റിനെ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഒരു പരിധി വരെ റീറ്റെയിലേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അവരെങ്ങനെയാണ് റീറ്റെയിലേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട്, പലപ്പോഴും ട്രാപ്പ് ചെയ്തുകൊണ്ട്, ചീറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റിനെ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ മൂവ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് അവരുടെ മാനിപ്പുലേഷൻസും ഡയറക്ഷൻസും മനസ്സിലാക്കിയിട്ട് മാർക്കറ്റ് ഇനി എങ്ങോട്ടാണ് മൂവ് ചെയ്യാനുള്ള സാധ്യത എന്നൊരു നിഗമനത്തിലെത്തി ട്രേഡ് ചെയ്യുന്നതിനെയാണ് സ്മാർട്ട് മണി കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി മിക്ക ആൾക്കാരുടെ അറിവ് വെച്ചിട്ട് എന്താണ് സ്മാർട്ട് മണി എന്ന് പറയുമ്പോൾ എന്താണ് കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ. അപ്പൊ ഇനി ഒരു ക്ലാരിറ്റിയിൽ പറയണമെങ്കിൽ ആക്ച്വലി ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നതിനുപരി IPDA എന്ന് പറയുന്ന ഒരു അൽഗോരിതം ഉണ്ട്. ആ അൽഗോരിതം സെൻട്രൽ ബാങ്ക്സുകളാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ ഇത് വളരെ ലെസ് ഡിസ്കസ്ഡ് ടോപ്പിക്കാണ് ഈ ഒരു ട്രേഡിംഗ് വിഭാഗത്തിൽ അല്ലെങ്കിൽ SMCയിൽ. അപ്പോൾ നിങ്ങൾ ഇത് ChatGPT എടുത്തോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ഡാറ്റാസ് കിട്ടും. അപ്പോൾ ഇതാണ് ഇതിന്റെ സ്റ്റോറി.
അതായത് സെൻട്രൽ ബാങ്ക്സുകൾ ഒരു അൽഗോരിതം ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ആ അൽഗോരിതം ബേസ് ചെയ്തിട്ടാണ് ഷോർട്ടർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കണേ എന്നുള്ളതാണ്. അപ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്യാൻ പല കാരണങ്ങളുണ്ട്. ഫണ്ടമെന്റൽ ആയിട്ടുള്ള കോസ് ഉണ്ടാവാം. വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ വലിയൊരു ഫണ്ടിന് USD അല്ലെങ്കിൽ ഗോൾഡ് ബൈ ചെയ്താൽ മാർക്കറ്റ് മൂവ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ബേസിക്കലി അത് വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്യുന്നതുകൊണ്ടും സെല് ചെയ്യുന്നതുകൊണ്ടും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കോസുകളുടെ കാരണങ്ങൾ കൊണ്ടാണ് ഇവിടുത്തെ സ്റ്റോക്സുകളും നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി പോലുള്ള ഇൻഡെക്സുകളൊക്കെ മൂവ് ചെയ്യുന്നത്. പക്ഷേ ഇന്റർനാഷണൽ കൊമോഡിറ്റികൾ, അതായത് കറൻസിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പെയർ ചെയ്ത് വെച്ചിരിക്കുന്ന XAI USD പോലെയുള്ള കറൻസികളും കോയിൻസുകളും ബിറ്റ്കോയിൻ ഡോളറുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഡോളറുമായി ബന്ധപ്പെട്ട് ട്രേഡ് ചെയ്യുന്ന ബിഗ് കറൻസികൾ. അപ്പോൾ നമ്മൾ പഠിച്ചു മേജർ പെയേഴ്സ് പഠിച്ചില്ലേ. അപ്പോൾ മേജർ പെയേഴ്സ് എന്താണ്? ഒരു സൈഡിൽ ഡോളറും ഒരു സൈഡിൽ ഒരു സമ്പന്ന രാഷ്ട്രങ്ങളുടെ കറൻസിയും. ഇതുപോലത്തുള്ള പെയറുകളെല്ലാം ഈ ഒരു IPD അൽഗോരിതം ബേസ് ചെയ്തിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ IPD അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് അൽഗോരിതം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാമിലെ അൽഗോരിതം. അതായത് സെൽഫ് കൺട്രോൾഡ് ആയിട്ട് സ്വയം പ്രവർത്തിക്കുന്ന ഒരു അൽഗോരിതമാണ്, ഒരു പ്രോഗ്രാമാണത്. അപ്പോൾ എങ്ങനെയാണ് സ്വയം പ്രവർത്തിക്കുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു അല്ലേ. ആ വീഡിയോ മറ്റൊരാൾ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോ മുന്നേ. യൂട്യൂബ് സ്വയം നമ്മളുടെ വീഡിയോ അതിൻ്റെ ഒരു കോപ്പി ആണെന്നും നമ്മളോട് അതിൻ്റെ കോപ്പിറൈറ്റ് അവകാശപ്പെടുകയും ചെയ്യും. അപ്പൊ ഇത് അവിടെ ഇരുന്നിട്ട് ഒരാള് കാണുന്നില്ല, ഒരു വ്യക്തി ഈ പാട്ട് മുമ്പ് ജപ്പാനിലുള്ള ഒരാൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നൊന്നും കണ്ടുപിടിച്ചിട്ടല്ല രണ്ടാമത് അപ്ലോഡ് ചെയ്ത ആളെ വാൺ ചെയ്യുന്നത്. ആക്ച്വലി നിങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരികയാണ്, ഇനി നിങ്ങളുടെയാണ് ഈ ഒരു എന്താ പറയുക കല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡിബേറ്റിന് പോവാം, അല്ലെങ്കിൽ ഒരു തർക്കത്തിന് പോവാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചാലഞ്ച് ചെയ്യാൻ തയ്യാറാണെന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ചോദ്യം ചോദിക്കും. ഇതൊക്കെ ബേസിക്കലി ഒരു അൽഗോരിതമാണ് ഇതിന്റെ പിന്നിൽ. ഇപ്പൊ നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആമസോണിൽ നമ്മളൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുന്നു, നമ്മുടെ വീട്ടിലേക്ക് അത് എത്തുന്നു. ഇത് ഓൾറെഡി കോഡ് ചെയ്ത് പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കാണ്. അല്ലാതെ എന്താ പറയുക, ഇത് ഓട്ടോമാറ്റിക് പ്രവർത്തിക്കുന്നതാണ്. നമ്മൾ അഡ്രസ്സ് കൊടുക്കുന്നു, ആ ലൊക്കേഷൻ അതുമായി വർക്ക് ചെയ്യുന്ന സെയിൽസ് സ്റ്റാഫുകൾക്ക് കൈമാറുന്നു, ഡിസ്ട്രിബ്യൂട്ടർക്ക് കൈമാറുന്നു, അവരത് പാക്ക് ചെയ്യുന്നു, കൊറിയർ ബോയ് നമ്മുടെ വീട്ടിലെത്തിക്കുന്നു അല്ലെ. അപ്പൊ ഇത് ഓട്ടോമേറ്റഡ് നെറ്റ്വർക്കാണ്. OLX നല്ല എക്സാമ്പിളാണ്. ഇതുപോലെ തന്നെയാണ് ഈ ഫോറക്സ് മാർക്കറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രൈസ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടാക്കി വെച്ചേക്കാണ്. ഇതൊക്കെ വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ പല ആൾക്കാരും വിശ്വസിക്കുന്നത് ഇങ്ങനെ ഒരു സെൻട്രൽ ബാങ്ക്സിന്റെ അൽഗോരിതം കൊണ്ടാണ് ഷോർട്ട് ടൈമിൽ പ്രൈസ് മൂവ് ചെയ്യണേ. അപ്പൊ ആ അൽഗോരിതം എങ്ങനെയാണ് പ്രവർത്തിക്കണേന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രൈസ് ആക്ട് ചെയ്യുന്നതുമായി കുറച്ച് വ്യത്യസ്തമായ കുറച്ച് കോൺസെപ്റ്റ്സുകളാണ് ആ ഒരു അൽഗോരിതത്തിന്റെ. അപ്പൊ ബേസിക്കലി ആ അൽഗോരിതത്തെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. IPDA അൽഗോരിതം. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ചൊന്ന് ബേസിക് സെർച്ച് ചെയ്ത് നോക്കാം, എന്താണ് ChatGPTക്ക് അല്ലെങ്കിൽ ഗൂഗിളിന് പറയാനുള്ളതെന്ന്. IPDA ഫുൾ ഫോം ഇന്റർബാങ്ക് പ്രൈസ് ഡെലിവറി അൽഗോരിതം. A concept used by forex and financial traders to describe institutional algorithm that deliver prices and targets across 20, 40 and 60 day. ഇതാണ് ICT എന്ന് പറയുന്ന ഒരാളുടെ എക്സ്പ്ലനേഷൻ. അപ്പോൾ ICT എന്ന് പറയുന്ന ഇപ്പൊ സ്മാർട്ട് മണി കോൺസെപ്റ്റ്സ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അതുപോലെ ആ സ്മാർട്ട് മണി കോൺസെപ്റ്റ്സിൽ വലിയൊരു റെവല്യൂഷൻ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ആക്ച്വലി ICT. അപ്പോ IPDA stands for Interbank Price Delivery Algorithm. The algorithmic system Michael Hudson taught for understanding how price moves in forex and futures market. ഫോറക്സിൽ മാത്രമല്ല നാസ്ഡാക്കിന്റെ അതുപോലെ FTSEയുടെ ഫ്യൂച്ചേഴ്സിലും ഇതാണ് പ്രവർത്തിക്കുന്നത്. The price you see on the live chart is not random. It follows a IPDA rules. Once understand those rules, the chart stops looking like noise and start looking like a sequence of liquidity rates and rebalances on a predictable schedule. അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് എങ്ങനെയാണ് IPDA അൽഗോരിതം വർക്ക് ചെയ്യുന്നത്, അതുപോലെ ഈ ലിക്വിഡിറ്റി എന്താണ്, ഇംബാലൻസ് എന്താണ്, ഈ വക കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പ്രൈസിനെ മൂവ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു അൽഗോരിതമാണ് IPDA അൽഗോരിതം. സെൻട്രൽ ബാങ്ക്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അൽഗോരിതം. അപ്പോൾ രണ്ട്
കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ പ്രൈസ് ഒരു 80% ഓഫ് ദ ടൈം മൂവ് ചെയ്യണത്. ബാക്കി 20% ടൈം ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ സെല് ചെയ്യുന്നതുകൊണ്ടോ ഒരു ന്യൂസ് വരുന്നത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇന്നലെ ഇതുപോലൊരു വലിയൊരു ഫ്ലക്ച്വേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗോൾഡൊക്കെ എടുക്കണമെങ്കിൽ അത് കാണാം, അല്ലെ? എന്താ ഇന്നലെ ഇതുപോലൊരു വലിയ ന്യൂസ് വന്നിട്ടുണ്ട്. അത് ആ US ഫെഡ് മീറ്റിങ്ങിന്റെ ടൈമിൽ ആണ് ഇത്ര വലിയൊരു ഫ്ലക്ച്വേഷൻ ഉണ്ടായിരിക്കുന്നത്. ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതൊരു ഫണ്ടമെന്റൽ കോസ് ആണ്. പക്ഷെ നാച്ചുറലി ബാക്കിയുള്ള ടൈമുകളിലും മെജോറിറ്റി ടൈമുകളിലും ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്യുമ്പോഴായിരിക്കാം ഇതുപോലെ വലിയൊരു ക്യാൻഡിൽസ് ഉണ്ടാവുന്നതും പ്രൈസ് കാര്യമായിട്ട് മൂവ് ചെയ്യുന്നത്, പതിവില്ലാത്ത പോലെ മൂവ് ചെയ്യുന്നത്. പക്ഷേ മെജോറിറ്റി 80% ഓഫ് ദ ടൈമിലും ഈ പ്രൈസ് മൂവ് ചെയ്യുന്നതിന് പിന്നുള്ള കാരണമാണ് ലിക്വിഡിറ്റിയും ഇംബാലൻസും. അപ്പൊ രണ്ട് ടേമുകൾ നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. ലിക്വിഡിറ്റി ആൻഡ് LIQ, അല്ലെ? ലിക്വിഡിറ്റി ആൻഡ് ഇംബാലൻസ്. ഓക്കെ, നമുക്ക് ഇതിൽ 1 by 1 ആയിട്ട് കാണാം. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ് ലിക്വിഡിറ്റി എന്നുള്ള വേർഡ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റോക്കിൽ നല്ല ലിക്വിഡിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കുക? ആ സ്റ്റോക്കിൽ ഒരുപാട് ആൾക്കാർ ട്രേഡ് ചെയ്യുന്നുണ്ട്, അല്ലെ? ഒരുപാട് ബയേഴ്സും സെല്ലേഴ്സും ഉണ്ട് എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ ബേസിക്കലി നമ്മൾ ഇവിടെ സ്മാർട്ട് മണി കോൺസെപ്റ്റിൽ ലിക്വിഡിറ്റിക്ക് ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ. ഒരുപാട് ആൾക്കാർ ട്രേഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ല വിഷയം, എത്ര വ്യക്തികൾ ഉണ്ടെന്നുള്ളതിൽ പ്രസക്തിയില്ല. ഇപ്പൊ ചിലപ്പോ 2-3 വ്യക്തികൾ കൂടിയിട്ടായിരിക്കാം വലിയൊരു ബില്യൺസ് ഓഫ് എമൗണ്ട് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ എത്ര ഓർഡേഴ്സ് ഉണ്ടെന്നുള്ളതാണ് ലിക്വിഡിറ്റി. ഓർഡേഴ്സ്, മാർക്കറ്റിൽ എത്ര ഓർഡേഴ്സ് ഉണ്ടെന്നുള്ളതാണ് ലിക്വിഡിറ്റി. അപ്പൊ നമുക്ക് ചാർട്ടിൽ ഈ ലിക്വിഡിറ്റീനെ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഗോൾഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കുക അവിടെ ഇവിടെ ലിക്വിഡിറ്റി കിടക്കുന്നുണ്ട്. അപ്പൊ അതായത് പല ആൾക്കാരും പ്രത്യേകിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക്സുകൾ ഇട്ട് വെച്ചിരിക്കുന്ന ലിക്വിഡിറ്റി. അപ്പോൾ റീറ്റെയിലേഴ്സിന്റെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. അപ്പോൾ ആ ലിക്വിഡിറ്റിയും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് സങ്കല്പിക്കാം ഇതിൻ്റെ ഉള്ളിൽ അവിടെ ഇവിടെയൊക്കെ ലിക്വിഡിറ്റി കിടക്കുന്നുണ്ട്. അപ്പൊ ഇനി എന്താണ് ലിക്വിഡിറ്റി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതായത് പരമ്പരാഗതമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റീറ്റെയിലേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്താണ് പ്രൈസിനെ കൊണ്ടുപോകാറ്. അത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതെങ്ങനെയാണ് വർക്ക് ചെയ്യണം എന്നുള്ള എൻ്റെ ഒരു സാമ്പിൾ നമുക്ക് കാണാം. ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റോക്ക് ഒരു 1000 രൂപയിൽ നിൽക്കുകയാണെന്ന് വിചാരിച്ചോ. 1000 രൂപയിൽ നിൽക്കുകയാണ്. സ്റ്റോക്കിന്റെ എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇതിന്റെ ഒരു അഡ്വാൻസ്ഡ് ഫോമാണ് IPD അൽഗോരിതം. IPD അൽഗോരിതം ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷന് ഇതൊരു 50 കോടി രൂപയ്ക്ക്, ഇപ്പൊ ഇതൊരു സാധാരണ ഒരു അസറ്റ് ആണെന്ന് വിചാരിച്ചു, ഒരു സ്റ്റോക്ക് ടാറ്റ സ്റ്റീൽ എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് ഒരു 50 കോടി രൂപയ്ക്ക് ഇത് പർച്ചേസ് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പൊ അവർ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഇതിനെയാണ് പ്രൈസ് ഡെലിവറി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അവരൊരു 10 കോടി രൂപയ്ക്ക് ബൈ ചെയ്യും. അപ്പോൾ 10 കോടി രൂപയ്ക്ക് ബൈ ചെയ്യുമ്പോൾ മാർക്കറ്റ് കുറച്ച് സ്പീഡിൽ മുകളിലേക്ക് പോകും. അപ്പൊ ഇത് കണ്ടിട്ട് പല റീറ്റെയിലേഴ്സും ഇവിടെ ബൈ ചെയ്യും. ഇവിടെയും ഇവിടെയൊക്കെ ബൈ ചെയ്തിട്ടുണ്ടാവും, അല്ലെ? ആ മാർക്കറ്റ് മുകളിലേക്ക് പോകണം കണ്ടിട്ട് ബൈ ചെയ്യും. അപ്പൊ അതിനുശേഷം വീണ്ടും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്യാണ്ടാവുമ്പോൾ റീറ്റെയിലേഴ്സ് ട്രേഡ് ചെയ്ത് ഇത് വീണ്ടും കിടന്നിരുന്ന വിലയിലേക്ക് തിരിച്ചെത്തും. കാരണം എന്താ? ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്യുന്നില്ല, ബൈങ് നിർത്തി വെച്ചു. അത് നല്ലൊരു പ്രൈസിന് കിട്ടുമ്പോൾ ചിലപ്പോൾ ഏറ്റവും അറ്റത്ത് എത്തണമെന്നില്ല, അതിന്റെ ഒരു 70-80% ഒക്കെ എത്തുള്ളൂ. എന്ത് ചെയ്യും? വീണ്ടും ഇൻസ്റ്റിറ്റ്യൂഷൻസ് അടുത്തൊരു 10 കോടിക്കും കൂടി ബൈ ചെയ്യും. അപ്പൊ വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോകും. അത് കഴിഞ്ഞ് വീണ്ടും റീറ്റെയിലേഴ്സ് ട്രേഡ് ചെയ്ത് വീണ്ടും താഴ്ത്തേക്ക് വരും. അപ്പോൾ അവരുടെ 10 കോടി ഇവിടുന്ന് ബൈ ചെയ്തു, 10 കോടി ഇവിടുന്ന് ബൈ ചെയ്തു, അല്ലെ? ബാക്കിയുള്ള 30 കോടിക്ക് ഇപ്പൊ ഒരു 1000 രൂപയിലാണ് ഇപ്പൊ പ്രൈസ് നിൽക്കുന്നത്, അല്ലെ? അല്ലെങ്കിൽ കുറച്ച് മേലെ വീണ്ടും ഒരു 1005 രൂപയിലൊക്കെ പ്രൈസ് എത്തി നിൽക്കുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും? ഒരു 30 കോടി രൂപയ്ക്ക് ഫ്യൂച്ചേഴ്സ് സെല്ല് ചെയ്യും. അപ്പൊ ഫ്യൂച്ചേഴ്സ് സെല്ല് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ നടക്കുന്ന പരിപാടിയാണ്. അതായത് ഫ്യൂച്ചേഴ്സ് സെല്ല് ചെയ്യുമ്പോൾ ചാർജസ് വളരെ കുറവ് മതി. അപ്പോൾ ഇവർ ഈ ഫ്യൂച്ചേഴ്സ് സെല്ല് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവർക്ക് മൊത്തം 50 കോടി രൂപയുടെ സാധനം മതി. ഇവർ എക്സ്ട്രാ ഒരു 30 കോടി രൂപയ്ക്ക് ഇവിടെ ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കും. ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കാന്ന് വെച്ചാൽ പെൻഡിങ് ഓർഡർ. അപ്പൊ ഈ ലിമിറ്റ് ഓർഡർ
ഇട്ട് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ച ആൾക്കാർക്കാണ് ആദ്യം ഈ സ്റ്റോക്ക് കിട്ടുക. അപ്പൊ ഇവിടെ എത്തുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇട്ട് വെച്ച 30 കോടിയുടെ ലിമിറ്റ് ഓർഡർ അടിക്കുന്നതിലൂടെ കാര്യമായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകും. അപ്പോൾ ഇതില് ഇവര് 30 കോടിക്ക് അല്ലെങ്കിൽ ഒരു 20 കോടിക്ക് സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ആ സെല്ല് ചെയ്ത ആ അത്രയും സ്റ്റോക്കുകൾ ആ വിറ്റ പൈസയ്ക്ക് തന്നെ അവർ തിരിച്ചു വാങ്ങും. അപ്പൊ അതിൽ അവർക്ക് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. മനസ്സിലായോ? ആ സെല്ല് ചെയ്തത് വീണ്ടും അവിടെ തിരിച്ചെത്തുമ്പോൾ അവര് ആ വാങ്ങിച്ച വിലയ്ക്ക് തന്നെ തിരിച്ച് വിറ്റ് ക്യാൻസൽ ചെയ്യും. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചാല്, സാധാരണ നിലയ്ക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ 50 കോടി രൂപയ്ക്ക് ഒറ്റയടിക്ക് ഇത് വാങ്ങാൻ നോക്കിയിരുന്നെങ്കിൽ 1000-ന് കിട്ടേണ്ടത് അതിന്റെ ആവറേജ് പ്രൈസ് ഒരു 1500-നോ 1600-നൊക്കെയാണ് കിട്ടുക. പക്ഷെ നേരെ മറിച്ച് ഇവരിങ്ങനെ ഒരു മാനിപ്പുലേഷൻ കാണിച്ച് പ്രൈസിനെ മാക്സിമം താഴ്ത്തേക്ക് കൊണ്ടുവന്ന കാരണം കൊണ്ട് ഇപ്പൊ ഫ്യൂച്ചേഴ്സിൽ സെല് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, പ്രൈസ് ഭയങ്കരമായിട്ട് താഴ്ത്തേക്ക് വരും അല്ലെ. അപ്പോ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് അത് ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളൂ. സെല് ചെയ്തപ്പോ ഇവിടെ നിന്നിരുന്ന പ്രൈസ് ഒരു 1005 രൂപയിൽ നിന്ന പ്രൈസ് 1000-ലേക്ക് എത്തിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ 998-ലേക്ക് എത്തിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് സെൽ ഓർഡേഴ്സ് ഇവിടെ ഉണ്ടായിരിക്കും. ആ സെൽ ഓർഡേഴ്സ് ആണ് സ്റ്റോപ്പ് ലോസ് അല്ലെ. ഇവിടെ നിന്ന് ബൈ ചെയ്ത ആൾക്കാരുടെ, ഇവിടെ നിന്ന് ബൈ ചെയ്ത ആൾക്കാരുടെ, ഇവിടെ നിന്ന് ബൈ ചെയ്ത ആൾക്കാരുടെ ഒക്കെ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഇവിടെ കിടക്കുന്നുണ്ടായിരിക്കും അല്ലെ. അതൊക്കെ ആക്ടിവേറ്റ് ആവും. അത് ആക്ടിവേറ്റ് ആവാന്ന് പറഞ്ഞാൽ സെൽ ഓർഡേഴ്സ് കൂടുതൽ ആക്ടിവേറ്റ് ആവുന്നതനുസരിച്ച് മാർക്കറ്റ് വീണ്ടും താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതൊരു ഹെഡ് ആൻഡ് ഷോൾഡർ ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ ഡിസെൻഡിങ് ട്രയാങ്കിൾ ഒരു ബ്രേക്ക് ഔട്ട് ആണെന്ന് കണ്ടിട്ട് വീണ്ടും കുറെ ആൾക്കാർ സെല് ചെയ്യും. അപ്പൊ ഈ സെല് ചെയ്യുന്നതിലൂടെ മാർക്കറ്റ് ഭയങ്കരമായിട്ട് താഴത്തേക്ക് എത്തുമ്പോഴാണ് ഇവരുടെ ഇട്ട് വെച്ചിരിക്കുന്ന ലിമിറ്റ് ഓർഡർ ആക്ടിവേറ്റ് ചെയ്യാം. അപ്പൊ ഇത് ആക്ടിവേറ്റ് ആവുന്നതോടെ ഇവിടെ തുടങ്ങിയിട്ടാണ് ആക്ച്വലി ഇൻസ്റ്റിറ്റ്യൂഷന് കിട്ടുന്നത്. അതായത് 996 അല്ലെങ്കിൽ 97 രൂപയിൽ നിന്നിട്ടാണ് ഇവർ വാങ്ങി തുടങ്ങുന്നത്. അപ്പൊ ഇവർക്ക് 1005-ന് കിട്ടുന്ന സാധനം എത്രക്ക് കിട്ടും? 1000-ന് തന്നെ കിട്ടും. മനസ്സിലായോ? അപ്പൊ ഇത് ഇങ്ങനെയാണ് ബേസിക്കലി ഇൻസ്റ്റിറ്റ്യൂഷൻസ് റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്യുന്ന ഒരു കോമൺ മോഡൽ. അപ്പൊ ഇത് ഒരു സാമ്പിൾ മോഡൽ മാത്രമാണ്. ഇത് ചിലപ്പോൾ 3-4 പ്രാവശ്യം ബൈ ചെയ്യണ്ടാവാം. ഒറ്റ പ്രാവശ്യം ബൈ ചെയ്ത് രണ്ടാമത്തെ പ്രാവശ്യം എടുത്തു പോകുന്നുണ്ടാവാം. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി തിമിംഗലങ്ങളും സ്രാവുകളും പോലെ റീറ്റെയിലേഴ്സിന് ഇടയ്ക്ക് നടക്കുന്ന വലിയ ബിഗ് ഫിഷസ് അല്ലെ, വലിയ പൈസക്ക് വാങ്ങുന്നവരാണ്. അപ്പൊ വലിയ പൈസക്ക് വാങ്ങുന്നവർ എപ്പോഴും പീസ് ആയിട്ടാണ് വാങ്ങുക. അത് തന്നെയല്ല, അവർ വാങ്ങിച്ചിട്ട് വിറ്റിട്ട് താഴെയുള്ള പ്രൈസിന് വീണ്ടും വാങ്ങി പ്രൈസിനെ ആവറേജ് ചെയ്യും. അപ്പൊ ഇതിനെയാണ് പറയുന്നത് പ്രൈസ് ആവറേജിങ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് ഈ സെൻട്രൽ ബാങ്ക്സുകളുടെ IPD അൽഗോരിതം ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു ആദ്യം, അതായത് അതിനെ വിളിക്കുന്ന പേരാണ് ഇൻഡ്യൂസ് ചെയ്യുക. ഇപ്പൊ 1000-ൽ നിന്ന് ആദ്യം തന്നെ കുറച്ച് പ്രൈസിന് വാങ്ങി മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ് റീറ്റെയിലേഴ്സിനെ. അപ്പൊ അതിന് ഇൻഡ്യൂസ്മെന്റ് എന്നാണ് പറയുക. ഇൻഡ്യൂസ് ചെയ്യുക എന്നുള്ള വേർഡ് കേട്ടിട്ടുണ്ടോ? ആകർഷിപ്പിക്കുക, വശീകരിക്കുക. ഇപ്പോ ഒരു കാട്ടില് പ്രേതം നമ്മളെ വശീകരിച്ച് കാട്ടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന പോലെ ഇവര് റീറ്റെയിലേഴ്സിനെ മുകളിലേക്ക് ബൈ ചെയ്യാൻ പ്രേരിപ്പിക്കുക, വീണ്ടും പ്രേരിപ്പിക്കുന്നു അല്ലെ. അപ്പോൾ ഈ റീറ്റെയിലേഴ്സ് ബൈ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവരുടെ സെൽ ഓർഡേഴ്സ് കൂടെ കിടക്കുന്നുണ്ട്. അങ്ങനെ പ്രേരിപ്പിച്ച് ഇൻഡ്യൂസ് ചെയ്തതിനു ശേഷം ഈ സെൽ ഓർഡേഴ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സ്വീപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഹണ്ട് ചെയ്യുക, വേട്ടയാടുക എന്നൊക്കെയാണ് പറയാം. വേട്ടയാടിക്കൊണ്ട് ഇവരുടെ കാര്യം ചെറിയ പൈസക്ക് വാങ്ങിച്ച് സാധിച്ചെടുക്കുന്നു. ഈ ഒരു പാറ്റേൺ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് ഫോറക്സിൽ അടിക്കടി കണ്ടുകൊണ്ടിരിക്കാം. അപ്പൊ ഇതിനെയാണ് മാർക്കറ്റ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിക്വിഡിറ്റി, അതായത് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് കാണാം ഓർഡേഴ്സ് ആണ്. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ പെൻഡിങ് ഓർഡേഴ്സ് ആണ് അല്ലെ. അപ്പൊ 2 തരത്തിലുള്ള ഓർഡേഴ്സ് ഉണ്ട്. മാർക്കറ്റ് ഓർഡർ ഉണ്ട്, പെൻഡിങ് ഓർഡർ ഉണ്ട്. ഇപ്പൊ നമ്മളൊരു XAU USD ഗോൾഡ് ഇപ്പൊ കാണുന്ന പ്രൈസിന് വേണമെന്ന് പറഞ്ഞിട്ട് സ്വൈപ്പ് ചെയ്യണമെങ്കിൽ അത് മാർക്കറ്റ് ഓർഡർ ആണ്, അത് നമ്മൾ വാങ്ങിക്കഴിഞ്ഞു. പക്ഷെ ഇന്ന വിലക്ക് എത്തുമ്പോൾ എനിക്ക് വേണം എന്ന് പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇതാണ് ഗോൾഡിന്റെ പ്രൈസ്, ഈ വിലക്ക് എത്തുമ്പോൾ എനിക്ക് വേണം എന്ന് പറഞ്ഞൊരു ഓർഡർ ഇട്ട് വെക്കാം അല്ലെ, ലിമിറ്റ് ഓർഡർ. അപ്പോ അതുപോലുള്ള ഓർഡർ ഇട്ട് വെക്കുന്നതിനെ പറയുന്ന പേരാണ് പെൻഡിങ് ഓർഡർ. അതായത് അത് അവിടെ കിടക്കുകയാണ്. അപ്പൊ ഈ പെൻഡിങ് ഓർഡേഴ്സ് സാധാരണയായിട്ട് റീറ്റെയിലേഴ്സ് ഇട്ട് വെക്കുന്നത് എൻട്രി എടുക്കാനല്ല, എൻട്രി അവർ നോക്കി മാർക്കറ്റ് ഓർഡറിനൊക്കെയാണ് എടുക്കാറ്. ഓൾറെഡി എൻട്രി എടുത്തതിന് ശേഷം സ്റ്റോപ്പ് ലോസ് ആയിട്ടും ടാർഗറ്റ് ആയിട്ടാണ് പെൻഡിങ് ഓർഡേഴ്സ് ഇടുക. അതിൽ ഭൂരിഭാഗം ആൾക്കാർ ടാർഗറ്റ് ഇടാറില്ല. മാക്സിമം കിട്ടുന്നിടത്തോളം കിട്ടട്ടെ എന്ന് വിചാരിച്ചത് ട്രയൽ ചെയ്യും, നോക്കിയിരിക്കും. സ്റ്റോപ്പ് ലോസ് പക്ഷേ ഇടും, കാരണം സ്റ്റോപ്പ് ലോസ് ഇട്ടില്ലെങ്കിൽ നമുക്ക് വലിയ ലോസ് വരും. അപ്പോൾ പ്രൊഫഷണൽ ട്രേഡേഴ്സ് എല്ലാവരും കോമൺ ആയിട്ട് സ്റ്റോപ്പ് ലോസ് ഇടാറുണ്ട്. അപ്പോൾ ഈ സ്റ്റോപ്പ് ലോസ് ഓർഡറുകളാണ് ഭൂരിഭാഗം പെൻഡിങ് ഓർഡേഴ്സ്. അപ്പൊ അതിനെ തന്നെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എവിടെയാണ് ഇതിനുള്ളിൽ ലിക്വിഡിറ്റി ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ
ഇതിന്റെ ഉള്ളിലൊക്കെ ലിക്വിഡിറ്റി ഇരിക്കുന്നുണ്ട്. എവിടെയാണെന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസർ, സാധാരണക്കാർ സ്റ്റോപ്പ് ലോസ് വെക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത്. മനസ്സിലായോ? അപ്പോൾ സാധാരണക്കാരുടെ സ്റ്റോപ്പ് ലോസ് ആണ്, റീറ്റെയിലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ആണ് ബേസിക്കലി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലിക്വിഡിറ്റി ആയിട്ട് കാണുന്നത്. അപ്പൊ ഇനി കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് എക്സാക്ട്ലി എവിടെയാണ് ലിക്വിഡിറ്റി ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ, ആ ബേസിക് അറിയുന്നവർക്കാണ് ഇത് മനസ്സിലാവുള്ളൂ. ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ, റേഞ്ചിങ് മാർക്കറ്റ് സ്ട്രക്ചർ, ബാരിഷ് മാർക്കറ്റ് സ്ട്രക്ചർ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പൊ സാധാരണ നിലയ്ക്ക് ഒരു ബുള്ളിഷ് മാർക്കറ്റിൽ മാർക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു. അപ്പോ തൊട്ട് മുമ്പ് ഉണ്ടാക്കിയ സ്വിങ് ലോ അല്ലെ, ഏറ്റവും അവസാനത്തെ ഇമ്പൾസീവ് മൂവ്, അത് നമുക്കൊന്ന് കറക്റ്റായിട്ട് വരയ്ക്കാം. ഏറ്റവും അവസാനം ഉണ്ടായ ഇമ്പൾസീവ് മൂവ്, അതിന്റെ അടിയിലാണ് പലപ്പോഴും ലിക്വിഡിറ്റി കണ്ടുവരുന്നത്. അപ്പൊ ലിക്വിഡിറ്റി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു ഡോളറിന്റെ പടം ഇവിടെ ഇങ്ങനെ ഇടാം. ഇതാണ് സാധാരണക്കാരുടെ റീറ്റെയിലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അല്ലെ. അപ്പൊ ഇൻ ഷോർട്ട് എവിടെയാണ് ലിക്വിഡിറ്റി സ്ഥിതി ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ് ട്രെൻഡിൽ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ റീസെന്റ് ആയിട്ടുണ്ടായ സ്വിങ്ങിലോടെ താഴെയാണ് ലിക്വിഡിറ്റി ഇരിക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ ഷോർട്ടർ നെയിമിൽ വിളിക്കാം റീസെന്റ് ലോ ലിക്വിഡിറ്റി, തൊട്ടടുത്തുള്ള ലോസിന്റെ അടിയിലുള്ള ലിക്വിഡിറ്റി. ഇനി അടുത്തൊരു സിനാറിയോ, അപ്പൊ ലിക്വിഡിറ്റി ഇരിക്കുന്ന രണ്ടാമത്തെ ഒരു സ്ഥലം എന്ന് പറയുന്നത്, മാർക്കറ്റ് ഇങ്ങനെ 2-3 പ്രാവശ്യം മുകളിലേക്ക് പോകാൻ നോക്കി അല്ലെ. അത് കഴിഞ്ഞിട്ട് ഫൈനലി മുകളിലേക്ക് പോകാന്ന് വിചാരിച്ചു. അപ്പോ ഇവിടെ ഈക്വൽ ആയിട്ടുള്ള ലോസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈക്വൽ ആവണമെന്നില്ല, പലപ്പോഴും സിമിലർ ആവാം, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടാവാം അല്ലെ. ഇങ്ങനെ 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 കുറച്ച് കയറി ഇറങ്ങിയൊക്കെ നിൽക്കണ്ടാവാം. അപ്പൊ ഇതിന്റെ താഴെയും ലിക്വിഡിറ്റി കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പൊ സാധാരണ ഒരു സ്വിങ്ങിലോടെ താഴെയുള്ളേക്കാളും ഒരുപാട് ലിക്വിഡിറ്റി ഇതിന്റെ താഴെ ഉള്ളതായിട്ട് നമുക്ക് സങ്കല്പിക്കാം. ഇവിടെ കുറച്ച് കൂടുതൽ ലിക്വിഡിറ്റി ഉണ്ട് അല്ലെ. അപ്പൊ ബേസിക്കലായിട്ട് ഒരു അപ് ട്രെൻഡിൽ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രീവിയസ് സ്വിങ്ങിലോടെ താഴെയാണ് ലിക്വിഡിറ്റി ഉണ്ടാവുക. അതുപോലെ തന്നെ ഈക്വൽ ലോസ് അല്ലെങ്കിൽ ഹൈസിന്റെ താഴെ, ഇപ്പൊ ലോസിന്റെ താഴെയും ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ ഹൈസിന്റെ മേലെയും അല്ലെ. ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ആണ്. അപ്പൊ നമുക്ക് ട്രെൻഡ് ലൈൻ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പൊ സാധാരണ എല്ലാവരും പ്രൈസ് ആക്ഷൻ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നവരെല്ലാവരും സ്റ്റോപ്പ് ലോസ് വെക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ട്രെൻഡ് ലൈൻ. അപ്പൊ മാർക്കറ്റ് ഒരു പ്രാവശ്യം സപ്പോർട്ട് എടുത്തു, 2 പ്രാവശ്യം സപ്പോർട്ട് എടുത്തു, അപ്പോഴാണ് ആൾക്കാർ റീറ്റെയിലേഴ്സ് ട്രെൻഡ് ലൈൻ വരയ്ക്കുക. 3-ാമത്തെ പ്രാവശ്യം അവിടെ വരുമ്പോൾ ഒരുപാട് ആൾക്കാർ വാങ്ങാനുണ്ടാവും. അപ്പൊ മാർക്കറ്റ് ഇങ്ങനെ പോയി ഇവിടെയാണ് നിൽക്കണമെന്ന് വിചാരിച്ചോ, ലിക്വിഡിറ്റി എവിടെയാണുള്ളത്? ഈ ട്രെൻഡ് ലൈനിൽ എല്ലാവരും സ്റ്റോപ്പ് ലോസ് വെക്കാൻ സാധ്യതയുള്ള ഇവിടെയാണ് ലിക്വിഡിറ്റി ഉള്ളത് അല്ലെ. ഇപ്പൊ ഇവിടെയും ഇതുപോലെ തന്നെ ഈക്വൽ ലോസ് ലിക്വിഡിറ്റിക്ക് സമമായ തരത്തിൽ ഇവിടെയും ലിക്വിഡിറ്റി കൂടുതലുണ്ടായിരിക്കും. അപ്പൊ ഇതൊരു റീസെന്റ് ലോയും കൂടിയാണ്. അപ്പൊ ഇവിടെ പ്രൈസ് നിൽക്കുമ്പോൾ, ഈ ഒരു സ്പോട്ടിൽ പ്രൈസ് നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതൊരു റീസെന്റ് ലോ ലിക്വിഡിറ്റിയും ആണ്, ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റിയും ആണ് അല്ലെ. ക്ലിയർ ആയില്ലേ? അപ്പൊ ലിക്വിഡിറ്റി എന്താണെന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എവിടെയാണ് ലിക്വിഡിറ്റി ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ഥിരീകരിക്കുന്നത്? അപ്പോ തൊട്ട് മുമ്പുള്ള സ്വിങ്ങിലോട് താഴെ അപ് ട്രെൻഡിൽ, ഡൗൺ ട്രെൻഡിലാണെങ്കിൽ തൊട്ട് മുമ്പുള്ള സ്വിങ് ഹൈയുടെ താഴെ എല്ലാവരും സ്റ്റോപ്പ് ലോസ് വെക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത്. അതുപോലെ ഈക്വൽ ലോസിന് താഴെ, ഡൗൺ ട്രെൻഡിലാണെങ്കിൽ ഈക്വൽ ഹൈസിന് മേലെ. അതുപോലെ തന്നെ ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ഉണ്ട്. ട്രെൻഡ് ലൈനിൽ എല്ലാവരും വാങ്ങാൻ സാധ്യതയുള്ള സ്ഥലത്തിന് തൊട്ട് താഴെ എല്ലാവരും സ്റ്റോപ്പ് ലോസ് എവിടെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ അവിടെയാണ് ലിക്വിഡിറ്റി ഉള്ളത്. അപ്പൊ നമ്മൾ ഇനി IPD അൽഗോരിതത്തിലേക്ക് വീണ്ടും വരാണ്. IPD അൽഗോരിതം ഫംഗ്ഷൻ ചെയ്യുന്നത് 2 പർപ്പസ് മനസ്സിൽ കണ്ടുകൊണ്ടാണ്. ഒന്ന്, ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുക, എവിടെയൊക്കെ ലിക്വിഡിറ്റി ഉണ്ടോ സാധാരണക്കാരുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടോ ഓർഡേഴ്സ് കളക്ട് ചെയ്യുക. 2, ഇംബാലൻസ് എന്ന് പറയുന്ന ഒരു വേർഡ്. അപ്പൊ ഇംബാലൻസിന്റെ വേർഡിന്റെ അർത്ഥം എന്താണ്? ബാലൻസിന് ഓപ്പോസിറ്റ് ആണ് ഇംബാലൻസ്. അപ്പൊ ഇവിടെ ഇംബാലൻസ് എന്ന് പറയുന്നതിന്റെ അർത്ഥം, ബാലൻസ് എന്ന് പറഞ്ഞാൽ ബയേഴ്സും സെല്ലേഴ്സും ഈക്വൽ ആവുന്ന ഒരു അവസ്ഥ. അപ്പൊ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇക്വിലിബ്രിയം. അതായത് ഒരു ചന്തയിൽ ബയേഴ്സും സെല്ലേഴ്സും ഓൾമോസ്റ്റ് ഈക്വൽ ആണെങ്കിൽ, ഒരു 100 കിലോ നേന്ത്രക്കായ വിൽക്കാൻ വേണ്ടിയിട്ട് കർഷകർ വരുന്നു, ഏകദേശം ഒരു 100, 110 അല്ലെങ്കിൽ 90 കിലോ വാങ്ങാൻ വേണ്ടിയുള്ള ആൾക്കാർ ഗേറ്റിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു. ഇതിനെയാണ് ബാലൻസ് എന്ന് വിളിക്കുന്നത്, ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള അവസ്ഥയാണ് ഇംബാലൻസ്. അതായത് ഒരുപാട് ബയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ബൈയിങ് ഓർഡേഴ്സ് ഒരുമിച്ച് ആക്ടിവേറ്റ് ആവുന്നു, സെല്ലിംഗ് ഓർഡേഴ്സ് അവിടെ ഇല്ല. അതിനെയാണ് ഇംബാലൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ചാർട്ടിൽ പോയിട്ട് എങ്ങനെയാണത് കണ്ടാൽ മനസ്സിലാവാന്നുള്ളത് നോക്കാം. അപ്പൊ പ്രൈസ് സാധാരണ നിലയ്ക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോയി താഴ്ത്തിക്ക് പോയി, മുകളിലേക്ക് പോയി താഴ്ത്തിക്ക് പോയി, താഴ്ത്തിക്ക് പോയി, മുകളിലേക്ക് പോയി, ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് അല്ലെ. ഇതിനിടയ്ക്ക്
ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബിഗ് ഫണ്ടും കൊണ്ട് വരുമ്പോൾ, വലിയ പൈസക്ക് വാങ്ങുമ്പോൾ അറിയാതെ കുറച്ച് മാർക്കറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് പോകും. കാരണം അവർ മാത്രമേ വാങ്ങണുള്ളൂ, അവിടെ വിൽക്കാൻ സമ്മതിക്കുന്നില്ല. അതൊരു ഫണ്ടമെന്റൽ കോസ് ഉണ്ടാവുമ്പോഴും വരാം. ഫെഡിന്റെ ഇന്നലെ ഉണ്ടായ മീറ്റിംഗ് പോലെ ഒരു മീറ്റിംഗ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോൾ അല്ലെ, ഒരു ന്യൂസ് കേട്ടിട്ട് ഒരുപാട് ആൾക്കാർ ബൈ മാത്രം ചെയ്യുമ്പോൾ അവിടെ വിൽക്കാൻ ആരുമില്ല, അവിടെ വിൽക്കുന്നവരൊക്കെ മണ്ടന്മാരാവും അല്ലെ, എല്ലാവരും വാങ്ങുകയാണ്. അപ്പൊ ഇങ്ങനെ കുറച്ച് പ്രൈസ് നേരെ പോകും അല്ലെ. അത് കഴിഞ്ഞ് വീണ്ടും മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലെത്തും. അതായത് കുറെ ബയേഴ്സും കുറെ സെല്ലേഴ്സും ഉണ്ട്. അപ്പൊ ഇതിനുള്ളിൽ ഇംബാലൻസ് എവിടെയാണ്? ഇതാണ് ഇംബാലൻസ്. കുറച്ചു നേരം മാർക്കറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് പോയില്ലേ, അപ്പൊ ഈ ഒരു ഏരിയ ആണ് ഇംബാലൻസ്. അപ്പൊ ഇതിന് മറ്റൊരു പര്യായമുണ്ട്, ഇൻഎഫിഷ്യൻസി. ഇപ്പൊ രണ്ട് പേരും നമുക്കൊന്ന് ഓർത്ത് വയ്ക്കാം, കാരണം ഇതെല്ലാം ഇനി കണക്ട് ആവും. ഇൻഎഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത്, ഇവിടെ ബയ്യേഴ്സ് ശക്തമായിട്ട് വാങ്ങി കൂട്ടുകയായിരുന്നു, പക്ഷെ സെല്ലേഴ്സിന് വിൽക്കാൻ ഒരു ഗ്യാപ്പ് കൊടുത്തില്ല. ബയേഴ്സ് ശക്തമായിട്ട് വാങ്ങിയപ്പോൾ സെല്ലേഴ്സിന് വിൽക്കാനുള്ള ഗ്യാപ്പ് കൊടുത്തില്ല, അവിടെ സെല്ലിംഗ് ഓർഡേഴ്സ് ഉണ്ടായിരുന്നില്ല. സെല്ലിംഗ് ഓർഡേഴ്സ് ഇല്ലാത്ത ഒരു വോയിഡ്, ഒരു ഗ്യാപ്പ്, ഒരു സ്പേസ്, അതിനെയാണ് ഇംബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും നമുക്ക് മാർക്കറ്റ് എഫിഷ്യന്റ് പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഇങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്യാതെ ഇങ്ങനെ ഫില്ല് ചെയ്ത് എല്ലാ ഗ്യാപ്സുകളും പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്ത് ഇങ്ങനെ മൂവ് ചെയ്യുന്നതാണ് എഫിഷ്യന്റ് പ്രൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനിടയ്ക്ക് ഒരു ഇംബാലൻസ് ഇല്ല അല്ലെ. അപ്പോ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ ഉള്ളതിനെ കാണാം, ഇതിനെ ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള പ്രൈസിങ് എന്ന് പറയുന്നു, ഇതിനെ എഫിഷ്യന്റ് പ്രൈസിങ് എന്ന് പറയുന്നു. ക്ലിയർ അല്ലേ? ഓരോ പീസ് പസിലുകളായിട്ടാണ് നമ്മൾ പഠിക്കുന്നത് ഇപ്പോൾ. ഇനി ഇതെല്ലാം കൂടി കണക്ട് ചെയ്ത് നമുക്ക് വരാം. അപ്പോൾ ഓരോ ടെർമിനോളജീസ് ആണ് നമ്മൾ പഠിക്കുന്നത്, സ്മാർട്ട് മണി കോൺസെപ്റ്റിന്റെ ബേസിക്സ്. അപ്പൊ ക്ലിയർ അല്ലേ? ഇംബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് പതുക്കെ മൂവ് ചെയ്തതിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു കോസ് കൊണ്ട് മൂവ് ചെയ്യുമ്പോഴാണ് ഒരു ഇംബാലൻസ് ഉണ്ടാവുന്നത്, ഒരു ഗ്യാപ്പ് ഉണ്ടാവുന്നത്. ഇനി മാർക്കറ്റ് ഗ്യാപ്പ് ഉണ്ടാക്കാതെ സ്മൂത്ത് ആയിട്ടാണ് എല്ലാ ഓർഡേഴ്സും ഫില്ല് ചെയ്ത് പതുക്കെ മൂവ് ചെയ്യണമെങ്കിൽ അതാണ് എഫിഷ്യന്റ് പ്രൈസിങ്. ഇനി ഇത് എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ഇംബാലൻസ് ഉണ്ടെങ്കിൽ IPD അൽഗോരിതം അത് സെൻസ് ചെയ്യുകയും തിരിച്ചു വന്ന് ആ ഇംബാലൻസിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു. അത് IPD അൽഗോരിതത്തിന്റെ ഒരു ക്യാരക്ടറാണ് അല്ലെ. അപ്പൊ എവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളതും തുല്യമായിട്ടുള്ള ഒരു പർപ്പസാണ്. ലിക്വിഡിറ്റി എവിടെയൊക്കെ ഉണ്ടോ അത് പോയി കളക്ട് ചെയ്യുക എന്നുള്ളതും തുല്യമായ ഒരു പർപ്പസാണ്. ഓക്കെ, അപ്പൊ ഇനി ഇതെല്ലാം നമുക്ക് ചാർട്ടിൽ വിഷ്വലൈസ് ചെയ്ത് കാണാം. അപ്പൊ അതിനു മുമ്പ് നമ്മൾ പലപ്പോഴും സ്മാർട്ട് മണി കോൺസെപ്റ്റ്സുകൾ ചെയ്യുന്ന ആൾക്കാർ, അതായത് സ്മാർട്ട് മണി ട്രേഡേഴ്സ്, ഈ ഇംബാലൻസ് ലൈൻ ചാർട്ടിലല്ല നമ്മൾ നോക്കാറ്. ഇപ്പൊ നമ്മൾ ലൈൻ ചാർട്ടിന്റെ എക്സാമ്പിൾ പറഞ്ഞത് അല്ലെ, ഒരു ലൈൻ പോലെയാണ് വരച്ചേക്കുന്നത്. ഇത് നമുക്ക് കാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിലാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. കാരണം വെളിയിലുള്ള എല്ലാവരും, കൂടുതൽ ആൾക്കാരും കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിൽ ഇംബാലൻസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന ഒരു സിനാറിയോ എടുക്കാം. ഒരു മൂന്ന് കാൻഡിൽസ് മുകളിലേക്ക് പോകുന്നു. അപ്പൊ ഇംബാലൻസ് നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു ഷോർട്ട് കട്ടാണ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു പാറ്റേൺ. അപ്പൊ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊരു ടൈപ്പ് ഇംബാലൻസ് ആണ്. അപ്പൊ ഇങ്ങനെ മൂന്ന് കാൻഡിൽസ് ഒന്ന് സങ്കല്പിക്കാം. ഒരു കാൻഡിൽ ഇങ്ങനെ, അതുപോലെ ഇവിടെ ഒരു കാൻഡിൽ, അതുപോലെ ഇവിടെ ഒരു കാൻഡിൽ. അപ്പൊ നമുക്ക് ലൈൻ ചാർട്ട് എടുത്ത് നോക്കി ഇംബാലൻസ് കണ്ടുപിടിക്കാതെ വളരെ ഈസി ആയിട്ട് ഇംബാലൻസ് കണ്ടുപിടിക്കാനുള്ളൊരു ടെക്നിക്കാണ്, മെത്തേഡാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഇപ്പൊ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 1, 2, 3 മൂന്ന് കാൻഡിലിന്റെ ഒരു പാറ്റേൺ ആണ്. ഇതിൽ ആദ്യത്തെ കാൻഡിലിന്റെ ഹൈയും മൂന്നാമത്തെ കാൻഡിലിന്റെ ലോയും തമ്മിലുള്ള ഒരു സ്പേസ്. ക്ലിയർ അല്ലേ? ഇതിനെയാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇംബാലൻസ് കാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിൽ നമ്മൾ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്ക്, ഫെയർ വാല്യൂ ഗ്യാപ്പ്. കറക്റ്റ് അല്ല? പിന്നെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കണം? ഈ വിക്ക് ഇവിടം വരെ നിൽക്കണം, ഈ വിക്ക് ഇവിടം വരെ നിൽക്കണം, ഈ വിക്ക് ഇവിടം വരെ നിൽക്കണം. ഇപ്പോ നോക്കിയേ, ഒന്നാമത്തെ കാൻഡിലിന്റെ ഹൈ, രണ്ടാമത്തെ കാൻഡിലിന്റെ ലോ, ഇത് തമ്മിലൊരു ഗ്യാപ്പ് ഇല്ല അല്ലെ. ഇങ്ങനെ നിന്നാലും ഗ്യാപ്പ് ഇല്ല. അപ്പൊ മാർക്കറ്റ് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രൈസിങ് ആണ്. നേരെ മറിച്ച് മാർക്കറ്റ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവിടെ ചെറിയ വിക്ക് ഉണ്ടാവാം, ഇവിടെ ചിലപ്പോൾ വിക്ക് ഉണ്ടാവാം, വിക്ക് ഇല്ലാതിരിക്കാം.
അപ്പൊ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. ഒന്നാമത്തെ ക്യാൻഡലിന്റെ ഹൈയും മൂന്നാമത്തെ ക്യാൻഡലിന്റെ ലോയും തമ്മിലുള്ളൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ എഫിഷ്യന്റ് പ്രൈസിങ് നടന്നിട്ടില്ല. മാർക്കറ്റ് ഇൻഎഫിഷ്യൻസി ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇംബാലൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് മാർക്കറ്റ് ജനറലി IPD അൽഗോരിതത്തിന്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് വീണ്ടും ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് എത്തിയിട്ട് തിരിക്കുന്ന സമയത്താണ് നമ്മൾ എൻട്രി ചെയ്യേണ്ടത്. ഇവിടെയാണ് നമ്മുടെ എൻട്രി. അതിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ നോക്കിയിട്ട് അത് ഷിഫ്റ്റ് ചെയ്യുന്നത് മനസ്സിലാക്കിയിട്ടാണ് കയറിക്കൂടാ. ക്ലിയർ അല്ല? പിന്നെ നമുക്ക് റിയൽ ചാർട്ടിൽ പോയിട്ട് ക്യാൻഡിൽ സ്റ്റിക്സ് എടുത്തിട്ട് ഈ പറഞ്ഞ ലിക്വിഡിറ്റി എവിടെയാണ് കിടക്കുന്നതെന്നും ഇംബാലൻസുകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളത് മനസ്സിലാക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഈ ഒരു സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു എക്സ്പ്ലനേഷനിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് റിയൽ ചാർട്ട് എക്സാമ്പിൾസിലേക്ക് പോകാം. ഇതുവരെ നമ്മൾ പറഞ്ഞ എന്തെങ്കിലും കാര്യത്തിൽ വോയിസ് ക്ലിയർ ആണല്ലോ അല്ലേ? നിങ്ങൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കട്ടെ, എന്നല്ല എനിക്ക് മൈക്രോഫോൺ ചിലപ്പോൾ അറിയില്ല അല്ലെങ്കിൽ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ IPD അൽഗോരിതത്തിലോ? സാർ നേരത്തെ ഈ മാക്രോ സ്ട്രക്ചറും നാനോ സ്ട്രക്ചറും പറഞ്ഞു. അതെ അതെ, നമ്മളത് പറഞ്ഞു എന്നല്ലാതെ അത് ശരിക്കും അതുകൊണ്ട് അത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് നോക്കുമ്പോൾ അത് രണ്ടും ഒരേ ദിശയിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഗുണമോ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ? അത് നമ്മൾ എങ്ങനെയാ ഓക്കെ. അതായത് ഇപ്പൊ ഫ്രാക്ടൽ നേച്ചർ ഓഫ് ദ മാർക്കറ്റ് എന്ന് പറഞ്ഞല്ലോ. അതായത് 1 വീക്കിൽ കാണുന്ന ഒരു പ്രതിഭാസം 4 മണിക്കൂറിലും കാണാം, അത് 1 അവറിലും കാണാമെന്ന് പറഞ്ഞല്ലോ. അത് നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. ഫോർ എക്സാമ്പിൾ ചാർട്ട് പാറ്റേൺസ് അല്ലെ, ഇപ്പൊ നമ്മൾ പഠിച്ച ഇംബാലൻസ്, ലിക്വിഡിറ്റി എല്ലാം. അതായത് നമ്മൾ 1 വീക്കിന്റെ ക്യാൻഡിലാണ് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ അതിൽ കാണുന്ന ഫെയർ വാല്യൂ ഗ്യാപ്സുകൾ ഡിഫറെന്റ് ആയിരിക്കും. അതേ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് 15 മിനിറ്റിലും നോക്കാം എന്നുള്ളതാണ്. അപ്പൊ നമുക്കത് 1-2 എക്സാമ്പിൾസ് കാണാം. ആദ്യം നമ്മളൊരു 1 വീക്കിന്റെ ചാർട്ട് എടുത്തിട്ട് അതിൽ ലിക്വിഡിറ്റി എവിടെയാണെന്നുള്ളത്, ഈ അടുത്ത ലിക്വിഡിറ്റി എവിടെയൊക്കെയാണ് കിടക്കാൻ സാധ്യത എന്നുള്ളതും ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ലെങ്കിൽ ഇംബാലൻസ് എവിടെയാണെന്നുള്ളത് നമുക്ക് കണ്ടെത്താം. അത് കഴിഞ്ഞിട്ട് 4 അവർ ചാർട്ടിൽ കണ്ടെത്താം. പിന്നെ ഒരു 15 മിനിറ്റിൽ നോക്കാം. 1 വീക്കിലുള്ളത് ചെറുതിലും ഉണ്ടാവാം എന്നാണോ? അങ്ങനെയാണോ? അതെ അതെ, ഈ 1 വീക്കിൽ കാണുന്ന കോൺസെപ്റ്റ്സുകൾ നമ്മൾ പഠിക്കുന്ന കോൺസെപ്റ്റ്സുകളൊക്കെ തന്നെയാണ് 4 അവറിലാണെങ്കിലും 15 മിനിറ്റിലാണെങ്കിലും. ഇതിന്റെ ക്യാരക്ടർ വളരെ സിമിലർ ആണ്. ഉദാഹരണത്തിന് മാർക്കറ്റ്, നല്ലൊരു എക്സാമ്പിൾ മാർക്കറ്റ് സ്ട്രക്ചർ നമ്മൾ പഠിച്ചല്ലോ. ബുള്ളിഷ് മാർക്കറ്റ്, ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാലോ. ബുള്ളിഷ് സ്ട്രക്ചറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാർക്കറ്റ് സ്ട്രക്ചർ ബെയറിഷ് ആയിട്ട് മാറാലോ. അതിനെ വിളിക്കുന്ന പേരാണ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്. ഈ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നമ്മൾ 1 വീക്കിൽ നോക്കിയാലും കാണാം, 4 അവറിൽ നോക്കിയാലും കാണാം, 50 മിനിറ്റിൽ നോക്കിയാലും കാണാം, 1 മിനിറ്റിൽ നോക്കിയാലും കാണാം. അപ്പൊ അതിനെ ആണ് ഫ്രാക്ടൽ നേച്ചർ ഓഫ് ദ മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾസിലേക്ക് കടക്കാം. ഏതെങ്കിലും ഒരു റാൻഡം ആയിട്ടുള്ള ചാർട്ട് ചൂസ് ചെയ്യാവോ? നിഫ്റ്റി പറ്റുമോ? അല്ല, നിഫ്റ്റിയിൽ ഇത് അത്രയും ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യില്ല. കാരണം IPD അൽഗോരിതം ഇല്ല, സെൻട്രൽ ബാങ്ക്സ് ഇവിടെ കോഡ് ചെയ്തിട്ടില്ല. പക്ഷെ പല ആൾക്കാരും നിഫ്റ്റിയിലും ചെയ്യുന്നു. എനിവേ, ഫോറക്സ് പെയേഴ്സ് ആണെങ്കിൽ ബെറ്റർ ആയി. ഡോളറുമായി ബന്ധപ്പെട്ട ഓക്കെ, ഡോളറുമായി ബന്ധപ്പെട്ട സമരാഷ്ട്രങ്ങളിലെ ബാങ്ക്സുകളാണ്, സെൻട്രൽ ബാങ്ക്സുകളാണ് അത്ര IPD അൽഗോരിതം ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോ 1 വീക്കിന്റെ ഒരു ചാർട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ബുള്ളിഷ് കേസാണ് പറഞ്ഞത്. മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ എവിടെയാണ് ഇപ്പോൾ ലിക്വിഡിറ്റി കിടക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീവിയസ് ലോയുടെ താഴെ അല്ലെ. മാർക്കറ്റ് താഴത്തേക്ക് പോകുമ്പോൾ എവിടെയാണ്? ഇങ്ങനെയാണ് പോണെന്നുണ്ടെങ്കിൽ ഇവിടെ മാർക്കറ്റ് നിൽക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം പ്രീവിയസ് ഹൈയുടെ മേലെ അല്ലെ, ഇവിടെ ലിക്വിഡിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈക്വൽ ഹൈസ് ഉണ്ടെങ്കിൽ ഇവിടെ ഈക്വൽ ഹൈസ് ഉണ്ട് എന്ന് വിചാരിച്ചു. മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കാണ്. അപ്പൊ എവിടെയാണ്? ഇത് അപ്പൊ ഈക്വൽ ഹൈസിന്റെ മേലെ അല്ലെ. അപ്പൊ മാർക്കറ്റ് പോണ ഡയറക്ഷൻ അനുസരിച്ച് ഇതൊക്കെ മാറും. ഇനി നമ്മളൊരു കാര്യം പറയാൻ വിട്ടുപോയി, റേഞ്ചിങ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ, സൈഡ് വേസ് ആയിട്ട് പോണ മാർക്കറ്റ്. സൈഡ് വേസ് ആയിട്ട് പോണ മാർക്കറ്റിൽ ലിക്വിഡിറ്റി എവിടെയാണ്? അപ്പൊ മാർക്കറ്റ് ഇവിടെയാണ് എത്തി നിൽക്കണമെന്ന് വിചാരിച്ചോ. പ്രീവിയസ് സ്വിങ്ങിന്റെ മേലെ ഇവിടെ, അതുപോലെ തന്നെ ഇവിടെ മാർക്കറ്റ് ഇങ്ങനെ തിരിച്ചു വന്ന് ഈ ഒരു ബോട്ടത്തിനടുത്താണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി കിടക്കുന്നത്. ഇപ്പം പ്രൈസ് നിൽക്കുന്നതിന്റെ തൊട്ടടുത്ത് ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി കിടക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി റിയൽ ചാർട്ടിലേക്ക് വരാം. 1 വീക്ക് ചാർട്ട് എടുത്തു.
ഇവിടെ നമുക്ക് നോക്കാം എവിടെയാണ് ലിക്വിഡിറ്റി കിടക്കുന്നത്. ഇതൊരു സൈഡ് വേസ് മാർക്കറ്റ് ആണ് അല്ലെ. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇവിടെയാണ് ഇനി അടുത്ത ലിക്വിഡിറ്റി കിടക്കുന്നത്. ഇവിടെയാണ് അടുത്ത ലിക്വിഡിറ്റി പൂൾ. അപ്പോ പ്രൈസ് നിൽക്കുന്നതിന്റെ താഴെ കിടക്കുന്ന ലിക്വിഡിറ്റികളെ നമ്മൾ സെൽ സൈഡ് ലിക്വിഡിറ്റി എന്ന് വിളിക്കുന്നു. ഇപ്പൊ പ്രൈസ് നിൽക്കുന്നതിന്റെ മേളിൽ കിടക്കുന്ന ലിക്വിഡിറ്റികളെ നമ്മൾ ബൈ സൈഡ് ലിക്വിഡിറ്റി എന്ന് വിളിക്കുന്നു. അത് സാധാരണ സ്മാർട്ട് മണി ട്രേഡേഴ്സ് ഈ 2 കളറിലാണ് മാർക്ക് ചെയ്യാറ്. മുകളിലുള്ള ബൈ സൈഡ് ലിക്വിഡിറ്റിനെ BSL എന്ന് പറയുന്ന ഒരു ചുരുക്കനാമം വിളിക്കുന്നു, SSL അല്ലെ. ഇപ്പൊ പ്രൈസ് EURUSDയുടെ ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി കിടക്കുന്നത് ഇവിടെയാണ്. ഇനി നമുക്ക് 4 അവർ ചാർട്ടിലേക്ക് പോവാം. 4 അവർ ചാർട്ട്. ഓക്കെ, 4 അവർ ചാർട്ടിൽ ഇപ്പോ പ്രൈസ് നിൽക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള ലിക്വിഡിറ്റി എവിടെയായിരിക്കും? ഡൗൺ ട്രെൻഡ് അല്ലേ, ലോവർ ഹൈ ലോവർ ലോ. അപ്പോൾ ഡൗൺ ട്രെൻഡിൽ എവിടെയാണ് ലിക്വിഡിറ്റി കിടക്കുക? തൊട്ട് മുമ്പ് ഉണ്ടാക്കിയ സ്വിങ്ങിന്റെ മേലെ. അതൊരു ഈക്വൽ ഹൈസ് ആണെങ്കിലോ കൂടുതൽ ലിക്വിഡിറ്റി ഉണ്ടായിരിക്കും. ഇവിടെയാണ് ലിക്വിഡിറ്റി പൂൾ. അപ്പൊ ഇത് ബൈ സൈഡ് ലിക്വിഡിറ്റി എന്ന് പറയുന്നു, കാരണം ഇപ്പൊ പ്രൈസ് നിൽക്കുന്നതിന് മേലെയല്ലേ. ഓക്കെ, ഇനി ഇംബാലൻസ് എവിടെയാണ്? ഇംബാലൻസ് കാണാൻ പറ്റുന്നുണ്ടോ? ഇംബാലൻസ് വലിയ ക്യാൻഡിൽ 1 2 3. ഈ ക്യാൻഡിലിന്റെ ഈ റെഡ് ക്യാൻഡിലിന്റെ ലോയുടെയും ഈ ഗ്രീൻ ക്യാൻഡിലിന്റെ ഹൈഡും തമ്മിലുള്ള സ്പേസ് ഉണ്ട് അല്ലെ. ഇവിടെയാണ് കാര്യമായിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ്. അപ്പൊ നമ്മൾ എൻട്രികൾ പ്ലാൻ ചെയ്യേണ്ടത് ഡൗൺ ട്രെൻഡിൽ നമ്മൾ സെല് ചെയ്യാണെന്ന് അറിയാലോ. സെല് ചെയ്യുന്നതാണ് ബെറ്റർ. അപ്പൊ നമ്മൾ എൻട്രികൾ പ്ലാൻ ചെയ്യേണ്ടത് എവിടെയാണ്? ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിലാണ്. ഇവിടെ എത്തുമ്പോഴാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. റീടെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലേ? അതെ. അപ്പൊ മാർക്കറ്റ് ഇവിടെ എത്തുമ്പോൾ മാർക്കറ്റ് ഇങ്ങനെ കയറി ഒരു ചെറിയ ടൈം ഫ്രെയിമിൽ ഇപ്പൊ 4 അവർ ആണ് ഇങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 15 മിനിറ്റിൽ ഇങ്ങനെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഉണ്ടാവും അല്ലെ, തിരിച്ചു വരികയാണെങ്കിൽ. അപ്പൊ അവിടെ ഒരു ഷിഫ്റ്റ് കാണുമ്പോഴാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. ഇവിടെ നിന്നാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ ട്രേഡ് എവിടെ നിന്ന് എടുക്കാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വളരെ വിശദമായിട്ട് ഇനി കാണേണ്ടതുണ്ട്. പല കാര്യങ്ങൾ കണക്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇംബാലൻസ് മനസ്സിലാക്കുക. മാർക്കറ്റ് അവിടേക്ക് തിരിച്ചു കയറി വരാനുള്ള സാധ്യതയുണ്ട്. അതിനെ റെസ്പെക്ട് ചെയ്ത് വീണ്ടും ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി 15 മിനിറ്റിന്റെ ചാർട്ട് എടുക്കാം. വേറൊരു അസറ്റ് നോക്കാം. വേറെ ഒരു കറൻസി ചൂസ് ചെയ്യാവോ? ഏതെങ്കിലും മേജർ മൈനർ പെയർസ്. GBP USD. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോ തൊട്ടടുത്തുള്ള ലിക്വിഡിറ്റി എവിടെയായിരിക്കും? ഈക്വൽ ഹൈസിന് മേലെ അല്ലെ, ഇവിടെയായിരിക്കും ലിക്വിഡിറ്റി. അപ്പോൾ ഇനി നമുക്ക് IPD അൽഗോരിതമായിട്ട് കണക്ട് ചെയ്ത് പറയാം. IPD അൽഗോരിതത്തിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ പ്രൈസ് ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ ശക്തമായ ലിക്വിഡിറ്റി അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൈസ് അത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് വരും. ഇവിടെ എത്തി, അത് ക്യാപ്ചർ ചെയ്തു അല്ലെ. ക്യാപ്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ പ്രൈസ് എത്തി തിരിച്ചു. ഈ ഒരു പോയിന്റിൽ നിന്ന് IPD അൽഗോരിതം നോക്കുന്നത് ഇനി എവിടെയാണ് ലിക്വിഡിറ്റി. അപ്പൊ കാണാൻ പറ്റുന്നത് ഇവിടെയുണ്ട് സെൽ സൈഡ് ലിക്വിഡിറ്റി അല്ലെ. പക്ഷെ മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യണം എന്നുള്ളതാണ് IPD അൽഗോരിതം ബേസ് ചെയ്ത് എങ്ങനെയാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതിനെയാണ് ഓർഡർ ഫ്ലോ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ IPD അൽഗോരിതം ചിന്തിക്കുന്ന തരത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. IPD അൽഗോരിതം ഇവിടെ എത്തി നിൽക്കുകയാണ്, ഇത് ക്യാപ്ചർ ചെയ്തു. ഇനി നോക്കുന്നത് ഇനി എങ്ങോട്ട് പോകണം, പ്രൈസ് എങ്ങോട്ട് പോകണം. അപ്പോൾ 2 ആൻസർ ഉണ്ട്. ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട് അല്ലെ, ഇവിടെ ലിക്വിഡിറ്റി കിടക്കുന്നുണ്ട്, ഇവിടേക്ക് ലിക്വിഡിറ്റി കിടക്കുന്നുണ്ട്. പക്ഷെ അതേ സെയിം ടൈം ഇവിടെ ഇംബാലൻസ് ഉണ്ട് അല്ലെ. ഇവിടെ ഇംബാലൻസ് ഉണ്ട്, വലിയ ഇംബാലൻസുകൾ ഉണ്ട്. ഇതിൽ ഏറ്റവും സ്ട്രോങ് ഏതാണോ അവിടേക്കാണ് IPD അൽഗോരിതം ഓട്ടോമാറ്റിക് സഞ്ചരിക്കുക. അപ്പോൾ ഇപ്പൊ ഇവിടെയാണ് പ്രൈസ് നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് പ്രൈസ് വീണ്ടും ഇങ്ങോട്ട് വരും, ഇത് ക്യാപ്ചർ ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നോക്കുക, ഓക്കെ ഇംബാലൻസ് ഉണ്ട്, ഇംബാലൻസിലേക്ക് പോകും. ഇനി ഇവിടെയല്ല കൂടുതൽ ലിക്വിഡിറ്റി ഉള്ളത്,
അതിനേക്കാളും വലിയ ഇംബാലൻസുകൾ ഇവിടെ ഉണ്ടെങ്കിൽ, മുകളിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ ഇംബാലൻസുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വരും. അപ്പൊ ഇവിടുത്തെ ഇംബാലൻസ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ ഇംബാലൻസ് വളരെ ചെറുതാണെന്ന് തോന്നുകയാണെങ്കിൽ, ഇവിടുത്തെ ലിക്വിഡിറ്റി വളരെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യും? വീണ്ടും ഈ ലിക്വിഡിറ്റി കളക്ട് ചെയ്യാൻ വേണ്ടി പോകും, അല്ലെ? അപ്പൊ ഒരു ചെസ് കളിയില് മന്ത്രി മൂവ് ചെയ്യുന്ന പോലെയാണെന്നാണ് മൈക്കിൾ ജാക്സൺ പറയുന്നത്. ചെസ് കളിയിലെ മന്ത്രി, ചെസ് കളിക്കാൻ അറിയാവുന്നവർക്ക് ഇത് ഫീൽ ചെയ്യുള്ള ഒരു അനോളജി. ചെസ് കളിയിലെ മന്ത്രി അപ്പുറത്തെ നാട്ടിൽ പോയിട്ട് രാജാവിന്റെ തേരിന്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, മാക്സിമം പോൺസുകളെ കളക്ട് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വന്തം രാജാവിന്റെ അടുത്ത് ആകെ ഇഷ്യൂ ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അവിടെ പോയിട്ട് തേരിനെ വെട്ടണേക്കാളും ഇമ്പോർട്ടന്റ് ആണ് സ്വന്തം രാജാവിനെ രക്ഷിക്കുക എന്നുള്ളത്. അപ്പൊ മന്ത്രി ഓടി സ്വന്തം രാജാവ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു വരും, അല്ലെ? ചെസ് കളി അറിയാവുന്നവർക്ക് കറക്റ്റ് ആയിട്ട് അത് മനസ്സിലാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി എവിടെയാണ് ഉള്ളതിനനുസരിച്ചാണ് മന്ത്രി മൂവ് ചെയ്യണത്, അല്ലെ? അപ്പുറത്തെ രാജാവിന് പണി കൊടുക്കണതാണോ ഇമ്പോർട്ടന്റ്? സ്വന്തം രാജാവിനെ രക്ഷിച്ചാൽ കളി കഴിഞ്ഞു, അല്ലെ? അപ്പുറത്തെ രാജാവിനെ ചെക്ക് വെച്ച് ലോക്ക് ചെയ്താലും കളി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പ്രയോറിറ്റി ബേസ് ചെയ്തിട്ടാണ് ഈ മന്ത്രി ഓടി നടക്കുന്നത്. എന്നതുപോലെയാണ് പ്രൈസ്, IPD അൽഗോരിതം പ്രൈസിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത്. ഇംബാലൻസും ലിക്വിഡിറ്റിയും, ഈ രണ്ടുമാണ് മാർക്കറ്റിന്റെ ഫ്യൂവൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു പ്രൈസ് ആക്ഷൻ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ വെളിച്ചമായിരുന്നു. അപ്പോൾ ഇത്ര കാലം എന്താ പറയുക, നമ്മുടെ ഗുരു സിനിമയിൽ കണ്ടിട്ടില്ലേ, കുറെ അന്ധന്മാരുടെ ലോകം, അവിടെ നിന്ന് അങ്ങോട്ട് കണ്ണുള്ള മോഹൻലാൽ വന്നിട്ട് അന്ധന്മാരുടെ ലോകത്ത് നിന്നിട്ട് ഒരു പുതിയ വെളിച്ചത്തിൽ സംസാരിക്കുകയാണ്, ഇവർ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്നതുപോലെയാണ് പ്രൈസ് ആക്ഷൻ. ക്ലാസിക്കലായിട്ടുള്ള ചാർട്ട് പാറ്റേൺസും ട്രെൻഡ് ലൈനും ഫിബൊനാച്ചിയൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് ഈ സ്മാർട്ട് മണി കോൺസെപ്റ്റ്സ് ഫോളോ ചെയ്യുന്ന ട്രേഡേഴ്സ് വന്നിട്ട് പല പല അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കി കാണിക്കുന്നു. അപ്പോൾ പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്നവരും സക്സസ്ഫുൾ ആണ്. പ്രൈസ് ആക്ഷൻ വർക്ക് ചെയ്യില്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. പക്ഷെ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യാനും വലിയ റിസ്ക് റിവാർഡുകൾ വെക്കാനും ഈ സ്മാർട്ട് മണി കോൺസെപ്റ്റ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. വേൾഡിൽ ഇപ്പോൾ പ്രോപ്പ് ഫേംസ് എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ട്രേഡ് ചെയ്യാൻ പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് ട്രേഡ് ചെയ്യാൻ പൈസ കൊടുക്കുന്ന, ഫണ്ട് കൊടുക്കുന്ന കമ്പനികൾ. അപ്പൊ അതുപോലുള്ള കമ്പനികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ട്രേഡ് ചെയ്യുന്ന ട്രേഡേഴ്സ് ഏറ്റവും വലിയ എമൗണ്ട് ഉണ്ടാക്കിയവരും കൂടുതൽ പ്രാവശ്യം പേ ഔട്ട് എടുക്കുന്നവരും സ്മാർട്ട് മണി കോൺസെപ്റ്റ്സുകൾ യൂസ് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് പറയപ്പെടുന്നു. അപ്പൊ അവിടെ ഞങ്ങൾ പിന്നെ സ്മാർട്ട് മണി കോൺസെപ്റ്റ് അല്ലെങ്കിൽ ICT എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റ്സുകളും ഈ വ്യക്തിയും ഒക്കെ പോപ്പുലർ ആവുന്നത്. ബേസിക്കലി ICT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്മാർട്ട് മണി കോൺസെപ്റ്റ്സുകളിൽ വലിയൊരു റെവല്യൂഷൻ കൊണ്ടുവന്ന, ഒരു വിപ്ലവം കൊണ്ടുവന്ന ഒരു വ്യക്തി, അല്ലെ? അങ്ങനെ ഒരു വ്യക്തിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ICT എന്ന് പറയുന്നത് മൈക്കൽ ജെ ഹഡിൽസൺ എന്ന് പറയുന്ന, ഹഡ്സൺ എന്നാണ് വിളിക്കുക, ഹഡിൽസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആക്ച്വലി ICT എന്ന് പറഞ്ഞ് നമ്മൾ യൂട്യൂബിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാണാം. അപ്പൊ ഇതാണ് വ്യക്തി. ഇദ്ദേഹത്തിന്റെ ഒരു ചാനല്, അദ്ദേഹം അതിനിട്ട പേരാണ് ICT എന്നുള്ളത്. അപ്പോ ഈ ICT ആണ് വേൾഡിൽ ഇപ്പോൾ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന പല ട്രേഡേഴ്സിനെ ബിൽഡ് ചെയ്തത്. അപ്പൊ ICT സ്റ്റുഡൻസ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബഞ്ച് ഓഫ് സ്റ്റുഡൻസിനെ കാണാം. വലിയ വലിയ പ്രോപ്പ് ഫേംസുകൾ, ഫോർ എക്സാമ്പിൾ ജെയ്ഡ് ക്യാപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഏറ്റവും കൂടുതൽ ഫണ്ടിങ് ചാലഞ്ചുകൾ, ഏറ്റവും വലിയ ഫണ്ടിന് ചെയ്ത് പാസ്സായ വ്യക്തി വരെ ICTയുടെ സ്റ്റുഡൻ്റ് ആണ്. അതുപോലെ തന്നെ ICT പ്രിൻസിപ്പിൾസ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ ഒരുപാട് ട്രേഡേഴ്സ് പ്രോപ്പ് ഫേമിൽ ഷോ കാണിക്കുന്നതിലൂടെയാണ് ഈ ICT എന്ന് പറയുന്ന ട്രേഡിംഗ് ഗുരു പ്രസക്തി ആർജിച്ചത്, അല്ലെങ്കിൽ ICT അല്ലെങ്കിൽ സ്മാർട്ട് മണി കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റൈൽ ഓഫ് ട്രേഡിങ്ങിന് വളരെ ഒരു ഇമ്പോർട്ടൻസ് ഈ അടുത്ത കാലത്ത് വന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പ്രിൻസിപ്പിൾസ് ആണ് ഈ ലിക്വിഡിറ്റി, അതുപോലെ തന്നെ ഈ ഇംബാലൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ഡീറ്റെയിലിൽ പഠിക്കാം. നമ്മൾ പഠിച്ചു ഇംബാലൻസ് എന്താണ്, ലിക്വിഡിറ്റി എവിടെയാണ് ഇരിക്കുന്നത്, ഇതൊക്കെ കണക്ട് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്ന സെറ്റ് ഓഫ് സ്ട്രാറ്റജികളാണ് ICT അല്ലെങ്കിൽ SMC സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മൊത്തം ട്രേഡിംഗ്
ട്രേഡ് ചെയ്യുന്ന സ്ട്രാറ്റജികളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ലോകത്തുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജികളെ ബേസിക്കലി രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് സിസ്റ്റം, ഒന്ന് ICT ട്രേഡിംഗ് സിസ്റ്റം. നമ്മൾ പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് സിസ്റ്റം ആണ് ഇപ്പോൾ ഇത്ര ദിവസം കാണുന്നുണ്ടായിരുന്നു. ട്രെൻഡ് ലൈനും അതുപോലെ ചാർട്ട് പാറ്റേൺസും കാൻഡൽസ്റ്റിക് പാറ്റേൺസ് ഒക്കെ വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന സിസ്റ്റം, റൗണ്ട് നമ്പർ, ഇതൊക്കെ പ്രൈസ് ആക്ഷനിൽ പെടുന്നതാണ്. അതായത് ഒരു 200-300 വർഷങ്ങളായിട്ട് പരമ്പരാഗതമായിട്ട് കൈമാറി വന്ന ടെക്നിക്സുകളും ഫിലോസഫികളും. സ്മാർട്ട് മണി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഉത്ഭവിച്ചിട്ട് കുറെ വർഷങ്ങളായെങ്കിലും പോപ്പുലറൈസ് ആവാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്. അപ്പൊ അതിന്റെ ടെക്നിക്സുകൾ ഇപ്പോൾ ആയുർവേദം, അലോപ്പതി എന്ന് പറയുന്ന പോലെ സിമിലാരിറ്റികളുണ്ട്, ഡിഫറൻസുകളുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് സ്മാർട്ട് മണി കോൺസെപ്റ്റ്സുകളുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കണ്ടാൽ മതി. അപ്പൊ നമുക്ക് ഇതൊക്കെ ബേസ് ചെയ്തിട്ട് പതുക്കെ പതുക്കെ എങ്ങനെയാണ് ട്രേഡ് ചെയ്യണത്, എവിടെ നിന്ന് എൻ്റർ ചെയ്യണു, ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം. ഓക്കെ അല്ലേ? അപ്പൊ എന്തായാലും ഇന്നത്തെ ക്ലാസ്സിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട്സുകൾ ബാക്കി നിൽക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അത് ഇപ്പൊ ഞാൻ ഡൗട്ട്സ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന അർത്ഥമില്ല. അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുപോകാം. ഓക്കെ, ശരി, മറ്റന്നാൾ കാണാം.